So the month of October generally all over the world is known as World Mental Health Awareness Month. And പഴയ കാലങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ there's a lot more awareness on what mental health is. There are bigger conversations happening. അപ്പം yes, that leads to a lot of learning and unlearning. And in general വളരെ ഒരു പോസിറ്റീവ് നീക്കമാണ്. Still a very very long way to go. പക്ഷെ അതിൻ്റെ ഇടയിൽ നമ്മളെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന മീഡിയേറ്റേഴ്സ് ആയിട്ട് we have a lot of experts who are really pushing their boundaries in letting people know more about mental health and everything that follows with it. So അങ്ങനെ രണ്ട് പേരാണ് ഇന്നിൻ്റെ കൂടെ ഉള്ളത്. Not just one, and that too a mother-daughter duo, Suhana and Sumaya. Welcome to Radio Mango. എല്ലാവരും ഇങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാവരും സിസ്റ്ററാണോ എന്നിങ്ങനെ ചോദിക്കരുത്. പിന്നെ ഇവള് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും പോകുമ്പോൾ 4 ആൾ കൂടുമ്പോൾ ഉമ്മാത് AI hallucinates എന്നാണ് പറയുന്നത്. So what makes you think that AI is capable of handling your mental health when AI is hallucinating? Yeah. Will you go to a therapist who is hallucinating every day? I don't think so. തെറ്റുകൾ മനുഷ്യന്മാർക്ക് സംഭവിക്കും, ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ബി ഗിൽറ്റി അബൌട്ട് ഇറ്റ്. യു ജസ്റ്റ് ഹാവ് ടു ഹാവ് ദറ്റ് മൈൻഡ് ടു correct yourself. നമുക്ക് constantly we are also going to therapy. Yeah. Constantly we are also under supervision. We are questioning ourselves every minute. കൊടുത്തത് മാത്രമേ കിട്ടുള്ളൂ, കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. Hyper connected ആണ് online. But are you really connected? Do you think parents really know what's happening to children? No, they don't. എനിക്കെന്താ സംഭവിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. പിന്നെ മക്കൾക്ക് എന്താ സംഭവിക്കുന്നുള്ളത്. ഞാൻ ഭയങ്കര മാർക്ക് വാങ്ങിയ ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, 18 വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ എൻ്റെ പാടിന് പോയി. അപ്പം ഞാൻ എന്തിനാ ബുദ്ധിമുട്ടിക്കേണ്ടത്? പിന്നെ കുട്ടികളായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പഠിക്കാൻ പോയത്. Now, I've personally followed both of you all. രണ്ടുപേരുടെയും ആ ഒരു ഇൻസ്റ്റഗ്രാം പേജുകൾ, സൂപ്പർ മോമി ആൻഡ് സൂപ്പർ വുമൻ, രണ്ടും ഞാൻ ആക്റ്റീവ്ലി ഫോളോ ചെയ്യുന്നതാണ്. I've seen the work you guys do. അപ്പോൾ അന്നും ഇന്നും എനിക്ക് എന്നും ചോദിക്കാൻ ഉണ്ടായ ഒരു ചോദ്യം തന്നെയാണ്, between you people, because you're a mother and daughter, how is your parenting style? തുടക്കത്തിൽ നമുക്കറിയാം ഇങ്ങനെ അങ്ങനെ പറയരുത് ഇങ്ങനെ പറയരുത് എന്നൊക്കെ. 2 വാക്ക് കഴിയുമ്പം നമ്മൾ ഈ അറിവ് മുഴുവൻ പോകും. പിന്നെ നമ്മൾ പണ്ട് കണ്ടതും കേട്ടതും ഒക്കെ ആയിരിക്കും നമ്മുടെ വായിലൂടെ വരുന്നത്. അപ്പം തെറ്റുകൾ മനുഷ്യന്മാർക്ക് സംഭവിക്കും, ആൻഡ് യു ഡോണ്ട് ഹാവ് ടു ബി ഗിൽറ്റി അബൌട്ട് ഇറ്റ്. യു ജസ്റ്റ് ഹാവ് ടു ഹാവ് ദറ്റ് മൈൻഡ് ടു കറക്റ്റ് യുവർ സെൽഫ്. അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ഈ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. അൺലേണിങ്, ആൻഡ് ഇറ്റ്സ് നോട്ട് ഈസി. ഞങ്ങൾ മനസ്സിലാക്കുന്നിടത്തോളം ഇറ്റ്സ് നോട്ട് ഈസി. നമുക്കറിയാതെ നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോവുകയൊക്കെ ചെയ്യും. പക്ഷേ യു ഡോണ്ട് ഹാവ് ടു ബി പെർഫെക്റ്റ് ഓൾവേസ്. യു ജസ്റ്റ് ഹാവ് ടു ബി പ്രസൻറ്റ്. യു ഷുഡ് ബി എ പ്രസൻറ്റ് പാരൻറ്റ് മോർ ദൻ എ പെർഫെക്റ്റ് പാരൻറ്റ്. ഇത് കണ്ടിട്ട് കുട്ടികൾ പഠിക്കുന്നത് ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവാം, എന്നാലും സാരമില്ല, എനിക്ക് വീണ്ടും തിരിച്ചു വരാൻ പറ്റും. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം നമ്മളുടെ നിന്നും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കണ്ടു പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ അവർ പുറത്തു പോയി കഴിയുമ്പോൾ എല്ലാവരുടെ അടുത്തൊന്നും ഈ പെർഫെക്ഷൻ പ്രതീക്ഷിക്കൂലേ. മനുഷ്യരായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതും കൂടി ഒരു വീട്ടിൻ്റെ ഉള്ളിൽ നിന്നും നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ റിപ്പയർ ചെയ്യാം, എങ്ങനെ രണ്ടാമത് തിരിച്ചു വരാം. ഇല്ലെങ്കിൽ ഒരു ദേഷ്യം വന്നിട്ട് പിന്നെ ഫുൾ ടൈം ആ കോൾഡായിട്ട് ഇങ്ങനെ തന്നെ, അല്ലെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് ഇങ്ങനെ അങ്ങനെ കുത്തിയിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് വന്നു പോയി കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥ ആലോചിച്ച് നോക്കി. ഓഫീസിൽ പോയിട്ട് മാനേജറിനോട് ദേഷ്യം പിടിച്ചിട്ട് അവിടെ അങ്ങനെ കുത്തിയിരിക്കാൻ പറ്റുമോ? നോ, യു ഹാവ് ടു അതൊക്കെ ബെഡിന്റെ ഇടയിൽ ഇങ്ങനെ ഗുഡ് മോർണിംഗ്, നത്തിങ് ഹാപ്പൻഡ്, ഇന്നലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അത് പറ്റൂല, അതൊന്നും പറ്റില്ല. കുറച്ച് തല്ലൊക്കെ കൂടണം. പക്ഷെ യു ജസ്റ്റ് ഹാവ് ടു ബി ഡീസെന്റ്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ആദ്യമൊക്കെ. ആദ്യം ഡീസൻസി. I think that fighting is very important. Yes. A lot of things in our life changed and got better for the best only because we fought with each other. Yes. But it's important to fight decently. അതെ ഒരു ഡെക്കറം മെയിൻറ്റെയിൻ ചെയ്യണം. അത്രേ ഉള്ളൂ. അത് പിന്നെ യു ഹാവ് ടു ഹാവ് ദറ്റ് റെസ്പെക്ട് ഫോർ ഈച്ച് അതർ. ആൻഡ് ഞങ്ങളുടെ കേസിൽ വി ഓൾവേസ് ഹാഡ് ദാറ്റ്, റൈറ്റ്? ഐ ഓൾവേസ് റെസ്പെക്റ്റഡ് ദം, നോട്ട് ആസ് മൈ കിഡ്സ് ബട്ട് ആസ് ഇൻഡിവിജ്വൽസ്. 2 മനുഷ്യരാണെന്നുള്ളത് കണ്ടിട്ടാണ് ഞാൻ എപ്പോഴും അവരെ കണ്ടിട്ടുള്ളത്. അവരും അതേപോലെ തന്നെ എന്നെ ഒരു മനുഷ്യനായിട്ടാണ് കണ്ടിട്ടുള്ളത്, മദറായിട്ട് കാണുന്നതിനേക്കാളേറെ. അപ്പം അതുകൊണ്ടാണ് നമ്മൾ തമ്മിൽ കുറച്ചും കൂടി. And I think growing up also, like for me also, I've always പണ്ട് അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ is always you place them here, perfection. വളർന്നു വരുമ്പോൾ you start seeing അവരുണ്ടാക്കുന്ന തെറ്റുകളും, and then അച്ഛന് പറയുന്നൊന്നും പിടികിട്ടുന്നില്ല. അതോ അമ്മ വിചാരിച്ച പോലെയല്ല, അമ്മ is behaving a little different. I thought she was like this
but then you learn to understand that avarum manushyarana. You know, you can't always give them that peer pressure. You know, amma ingane irikano, achan ingane irikano. They are also parents for the first time, as and when we become parents for the first time. അതെല്ലാ കുട്ടികളും പക്ഷെ മനസ്സിലാക്കുന്നില്ല. അല്ലാതെ എനിക്ക് കുട്ടിയായപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. You know, അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോ എല്ലാരും കുട്ടികളുണ്ടാക്കുന്ന മക്കളോട് പറയുന്നത് അല്ലേ, മനസ്സിലാക്കാൻ വേണ്ടിട്ട്. It's my parents' first time being Yeah. live too. ഞാനതിപ്പോ എവിടേക്കോ എഴുതി കാണുന്നുണ്ട്. I've heard a young client tell me that recently. ഒരു 13-year-old told me that recently. It's my mom's first time living too. And I was like, okay. Yeah, it's true, because I was expecting my mom and dad but grandparents ayallo. They're first time grandparents. Yeah. And you would think ende grandmom wasn't like this. So because that is a different grandmom. This is a, you know, first time njan parent aamo, she is becoming a first grandparent. നമ്മളിപ്പോ എത്ര ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു ലോകത്താണ് ജീവിക്കുന്നുള്ളത്. അവര് ജീവിച്ച, ഞാൻ എപ്പോഴും വിചാരിക്കും മരിച്ചുപോയ മനുഷ്യർ തിരിച്ചു വരികയാണെങ്കിൽ അവര് ജീവിച്ച നാടാണ് ഇതെന്ന് അവർക്ക് പോലും മനസ്സിലാവില്ല. അവര് പോകുമ്പോ ഒരാൾക്ക് നടന്നു പോകാൻ ഉള്ള വഴിയിലൂടെയാണ് അവരൊക്കെ അന്ന് നടന്നു പോയിരുന്നത്. ഇപ്പൊ നമുക്ക് 2 കാറ് പോവാൻ 3.5 മീറ്ററൊക്കെ വീതിയുള്ള റോഡുകളൊക്കെ ഇല്ലേ, അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ആ സമയത്ത്. അപ്പൊ പിന്നെ ഞങ്ങളിപ്പോ വരുന്ന വഴിക്ക് ഇവൾ എന്നോട് പറഞ്ഞു, യു വർ എ ചൈൽഡ് വിത്ത് എൻ ഇൻഫന്റ് ഇൻ യുവർ ഹാൻഡ് ഉമ്മ, അതുകൊണ്ട് I can understand, you know, when we were talking about it. Yes. She was 17 and 18 when she had me. Yeah. Oh wow. That's I was crazy. 18. Yes. Think about it now. Yes. Yeah. So ഞങ്ങൾ രണ്ടാളും ഒന്നിച്ചാ വളർന്ന്. Yeah, ശരിയാണ്. അതുകൊണ്ട് തല്ല് പിടിച്ചിട്ട് വളം വെച്ചിട്ടൊക്കെ വളർന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല. That's nice. So like pretty much like sisters then. അത് പറയുമ്പോ മുമ്പ് എല്ലാരും ഇങ്ങനെ ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോ എല്ലാരും സിസ്റ്റർ ആണോ എന്ന് ഇങ്ങനെ ചോദിക്കരുത്. പിന്നെ ഇവള് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, എവിടെയെങ്കിലും പോകുമ്പോ 4 ആൾ കൂടുമ്പോ ഉറക്കെ വിളിക്കും ഉമ്മാത്. ശരി. That's something we have to deal with. So it's good to know that therapistകളും humans ആണെന്നുള്ളത്. ആ ഒരു മിസ്കൺസെപ്ഷൻ വേണ്ട, യുനോ. അവരെ വീട്ടിലും തല്ല് നടക്കാറുണ്ട്, അവരെ വീട്ടിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഒറ്റൊരു കാര്യം എന്ന് വെച്ചാൽ റിപ്പയർ ചെയ്യും അവര്. ദാറ്റ് ഐ വാസ് റോങ്, ഐ ആം സോറി. ഈ ഐ ആം സോറി എന്നുള്ളത് അത് ആക്ച്വലി അറിഞ്ഞിട്ട്, മനസ്സുകൊണ്ട് അറിഞ്ഞിട്ട് തിരുത്താൻ വേണ്ടി തന്നെ പറയുന്ന സോറിയാണ്, അല്ലാണ്ട് ആ പ്രശ്നം അവിടെ തീർക്കാൻ വേണ്ടിയിട്ട് പറയുന്ന സോറി അല്ല. And that's only happening because namakku constantly we are also going to therapy. Yeah. Constantly we are also under supervision. We're questioning ourselves every minute. What am I bringing to the table? What am I doing in my family? What am I doing to my partner? What am I doing to my... Adu constantly chindikkundondu maatrana we are able to repair. Yeah. Otherwise if we were just like endengila avate, they hurt me, avaru vannu parayate, aa oru model-ilana nammal povunengi, it's not going to happen either. Our repair won't work. It will be like ഞാൻ ശരി, നീ എന്നെ പഠിപ്പിക്കാനായിട്ടില്ല, ഞാൻ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിന്റെ മുകളിലാണ് ഇവിടെ ഇരിക്കുന്നുള്ളത്, ഹൂ ആർ യു ടു ടീച്ച് മീ എന്ന ഒരു ഇത് മറ്റേയാൾക്ക് ഉണ്ടാവും. ഇഫ് ദേ ആർ നോട്ട് ഓൺ തെറപ്പി, ഇഫ് ദേ ആർ നോട്ട് യുനോ ഇവോൾവിങ്. അതാണ് എനിക്ക് ഇന്ന് എന്തുകൊണ്ടാണെന്നറിയില്ല 2-3 പ്രാവശ്യം ഇവോൾവ് എന്നുള്ള വാക്ക് തന്നെ വന്നുകൊണ്ടിരിക്കും. എനിക്ക് തോന്നുന്നു അതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനുഷ്യൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, ചിന്തകൾ മാറുന്നു, നമ്മൾ വളരുന്നു, മുകളിലോട്ടേക്കല്ലാതെ ഇങ്ങോട്ടേക്കല്ലാതെയും നമ്മൾക്ക് വളരാൻ പറ്റുന്നുള്ളത് ഡെപ്ത്. യെസ്. Now when we talk about change and evolving, ഏറ്റവും വലിയൊരു ചേഞ്ച് കാണുന്നത് is probably with children, with students, youngsters in general. അതൊരു തീരാത്തൊരു ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മൈ മോം ഇസ് എ ടീച്ചർ, ചെറിയ LKG പിള്ളേരെയൊക്കെ പഠിപ്പിക്കുകയാണ്. സോ അവിടെ തന്നെ ആ ഒരു ഡിഫറൻസ് വന്നു തുടങ്ങി. യുനോ, ടീച്ചേഴ്സ് കുട്ടികളിൽ വരുന്ന മാറ്റം കാണുന്നു, ബിക്കോസ് ദെയർ ലൈഫ് സ്റ്റൈൽ ഹസ് ചേഞ്ച്ഡ്. യുനോ, മീഡിയ കൺസംഷന് മാറ്റം വന്നിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ ഫാക്ടർ, യുനോ, വേ യു ഫീൽ സം സോർട്ട് ഓഫ് ഒരു ഡോപ്പമീൻ ഹിറ്റ് കിട്ടുന്നുണ്ട്. ഒരു എന്താ പറയുക, വാലിഡേഷൻ ഇസ് ബിക്കം എ. പണ്ട് എന്ന് പറഞ്ഞാൽ ടീച്ചർ ഗുഡ് ബോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വാസ് യുവർ വാലിഡേഷൻ. ഇന്ന് ടീച്ചർ അല്ല, യു നീഡ് ലൈക്സ്, ഷെയർസ്, റീഷെയർസ്, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹൗ ഡു യു തിങ്ക് the youngsters are having it today in general? അവരുടെ ഒരു are there things that the parents, ഇന്നത്തെ പാരൻസ് ഒരു നൈവായി നിൽക്കുന്ന ചില കാര്യങ്ങളുണ്ട്? Do you think parents really know what's happening to children? No, they don't. എനിക്കെന്താ സംഭവിക്കുന്ന പോലെ എനിക്കറിയില്ല, പിന്നെ മക്കൾക്ക് എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇല്ല, പറ്റൂല, ഒരിക്കലും പറ്റില്ല.
ആ സമയത്ത് നമ്മൾ ചെറുതായിരുന്ന സമയത്ത് നമുക്ക് എന്തായിരുന്നു വാട്ട് വി വർ ഗോയിങ് ത്രൂ എന്നുള്ളത് ചിന്തിച്ചാലും നമുക്ക് അവിടത്തേക്ക് എത്താൻ പറ്റില്ല. ബിക്കോസ് ആ സമയം വാസ് ഡിഫറെന്റ്. Yeah. ഈ സമയം ഇസ് ഡിഫറെന്റ്. ഇപ്പം കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചോദിക്കുന്നത്, വലിയ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ചോദിക്കുന്നത് എത്ര ഫോളോവേഴ്സ് ഉണ്ട് എന്നൊക്കെയാണ്. എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാനിത് ഫോളോവേഴ്സിന്റെ ബേസിസിലാണ് മനുഷ്യന്മാരെ ബഹുമാനിക്കാൻ പഠിക്കേണ്ടത്. അത് ഞാൻ വേറൊരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഗെറ്റ് ടുഗദർസ് ഉണ്ടാവില്ലേ സ്കൂളുകളിലൊക്കെ. അപ്പം നീ എന്ത് ചെയ്യുന്നു എന്ന് മറ്റവനോട് ചോദിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം 25 years കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഗെറ്റ് ടുഗദറൊക്കെ. നീ എന്ത് ചെയ്യുന്നു എന്ന് മറ്റവൻ ചോദിക്കുന്നതും മറ്റവളോട് മറ്റവർ ചോദിക്കുന്നതും ഒക്കെ എത്ര റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതിനനുസരിച്ചിട്ടിരിക്കുന്നു എന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം ആ റെസ്പെക്ട് കിട്ടുന്നത് എൻ്റെ അത്രയും വളർന്നിട്ടില്ല എന്നാണെങ്കിലും അന്ന് പിന്നെ ഞാൻ ഇവനെ ഇത്ര ബഹുമാനിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക് അപ്പം തന്നെ ആളുടെ ഭാവവും നോട്ടവും ഒക്കെ സംസാരിക്കുന്ന രീതിയൊക്കെ മാറുന്നുണ്ട്. ഒരേ ബെഞ്ചിൽ വളർന്ന ആൾക്കാർ, ഒരേ ബെഞ്ചിൽ ഒന്നിച്ചിട്ടിരുന്നിട്ട് ഉള്ള കുരുത്തക്കടൊക്കെ കളിച്ച് വളർന്ന മനുഷ്യരാണെങ്കിൽ പോലും. അപ്പം അതുപോലെ ഇപ്പം ഞാൻ കുട്ടികളിൽ കാണുന്നുള്ളത് ഫോളോവേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ചിട്ട് ആൾക്കാരെ ബഹുമാനിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അത് കാണുമ്പോൾ സത്യത്തിൽ ഭയങ്കര വിഷമമുണ്ട് കേട്ടോ. ക്ലൗട്ട്, സോഷ്യൽ മീഡിയ ക്ലൗട്ട് ഇസ് ഭയങ്കര വിഷമം. നമ്മളിപ്പോൾ യങ്സ്റ്റേഴ്സിന് വാട്ട്സ് ഹാപ്പനിങ് ടു ദം ചോദിക്കുമ്പോൾ ഫസ്റ്റ് തിങ് ദാറ്റ് വി സേ ഈസ് സ്ട്രെസ് ആണ്, അല്ലെങ്കിൽ ഡ്രഗ്സ് ആണ്, അല്ലെങ്കിൽ we use these terms to understand that this is what they're going through, this is the problem currently, or social media ആണ് ഇപ്പോഴത്തെ പ്രശ്നം. But why is it behind drugs? Why is it behind social media? Why is it going there? നോക്കുമ്പോൾ I feel like I would like to just take examples of what I see on a day-to-day basis in clinics, which is they're coming and they're feeling horrible. They're feeling horrible inside. അവർക്ക് they're not okay. ഉള്ളിൽ ഒട്ടും ഓക്കെ അല്ല. ഈ സാധനങ്ങൾ മാത്രമാണ് എന്തെങ്കിലും കണക്ഷൻ കൊടുക്കുന്നത്. സോഷ്യൽ മീഡിയ ഗിവ്സ് ദം ദാറ്റ് കണക്ഷൻ, ആ ഇമോഷണൽ ഡിസ്കണക്ട് ഉള്ളതുകൊണ്ടാണത്. ദേ നോട്ട് ഫീലിംഗ് കണക്റ്റഡ് ടു എനിത്തിങ്. ഹൈപ്പർ കണക്റ്റഡ് ആണ് ഓൺലൈൻ. ബട്ട് ആർ യു റിയലി കണക്റ്റഡ്? ആർ യു ഫീലിംഗ് റിയലി ഫുൾഫിൽ? ഇഫ് യു തിങ്ക് അബൌട്ട് ഇറ്റ്, നമ്മളെ ന്യൂറൽ പാത്വേസ് ഓഫ് പ്ലെഷർ ഉണ്ടല്ലോ, അത് ആക്ടിവേറ്റ് ആവുന്നത് ത്രൂ ഓർഗാസം, ത്രൂ കഡിൽസ്, ത്രൂ ഹഗ്സ്, ത്രൂ ലവ്, ഓക്സിറ്റോസിൻ ഒക്കെ റിലീസ് ആവുന്നത്, റൈറ്റ്? ബട്ട് ദീസ് ആർ ഹാർഡ് വർക്ക്. ഇതൊക്കെ നമുക്ക് ആ പ്ലെഷർ ആക്ടിവേറ്റ് ആവണമെങ്കിൽ കഷ്ടപ്പെടണം. You have to form that connection. You talk, you have to do all of this. There's another human being involved. Yeah, it's too much work. പക്ഷേ ഈ pathways can be quickly hacked. Instant hack ആണ് social media. Fast food. It's sort of like calories and nutrition. Right? It's like I know eating broccoli is going to help me. I know eating healthy is good for me. പക്ഷേ junk can also എനിക്ക് എനർജി തരും, എനിക്ക് പ്ലെഷർ തരും എന്തായാലും. അപ്പോൾ പിന്നെ the same thing, right? Social media gives me that immediate gratification. And the problem is all of this is creating so much disconnection and this ഒരു കൾച്ചർ ഓഫ് കമ്പാരിസൺ. അത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഐ എം നോട്ട് ഗുഡ് ഇനഫ്, എന്നെ ഒന്നിനും കൊള്ളില്ല, ഈതർ ഞാൻ ടൂ മച്ച് ആണ് അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. കോൺസ്റ്റന്റ്ലി കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പണ്ട് പേരൻസ് ആണ് ചോദിച്ചിരുന്നത് അപ്പുറത്തെ വീട്ടിലത്തെ മോൻ ഇത്ര ഉണ്ടെന്ന്. But that was it. Ipo it has gone worse. You are constantly looking at photos and being like, എൻ്റെ മുടി ഇങ്ങനെയല്ല, എൻ്റെ മുഖം ഇങ്ങനെയല്ല, എൻ്റെ മൂക്ക് ഇങ്ങനെയല്ല, എൻ്റെ ഡ്രസ്സിങ് ഇങ്ങനെയല്ല, എനിക്ക് ഇങ്ങനെ ആവണം, അങ്ങനെ ആവണം. If you're feeling you're feeling too anxious, you will keep seeing things about what you're missing out in life. Yes. And if you're too avoidant, if you're someone who is like എനിക്കിതൊന്നും വേണ്ട, എനിക്ക് ഫ്രീഡം വേണം, ലൈഫ് ഇസ് ഭയങ്കര, എൻ്റെ ഭാര്യ എന്നെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എനിക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടിയാൽ മതി, you will keep seeing videos of people feeling free, going, traveling. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഇറങ്ങി ഓടിയാൽ മതി. So whatever you're feeling, social media reflects it back to you. AI as well. Do you think that algorithm is really being a big trouble over here? ഇപ്പോഴത്തെ പുതുതായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന algorithm is a big factor behind that. It's rewarding. It's working. It's helping the companies. Is it helping people? In what way is the question? Because initially അവർ പറഞ്ഞു, if you're in a business, then it's helping you. Okay. For your emotionally, mentally, familially, no. Connection absolutely no. It's helping to put things out there, but it's way more nuanced, right? ഇതിങ്ങനെ yes or no ചോദ്യം അല്ല. Social media is nice. Yes. But to what extent do you use it? How do you use it? Your relationship with social media,
അതിലാണ് നമുക്ക് Is that your main getaway? Then that's a big problem. Yeah. പിന്നെ പണ്ട് പിയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ പഠിച്ചിരുന്ന കുറച്ച് കുട്ടികൾ മാത്രമായിരുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലുള്ള കുറച്ച് കുട്ടികളൊക്കെ മാത്രമായിരുന്നു. അവനെ കണ്ട് ഇവനെ കണ്ട് പഠിച്ചോ എന്ന് മാത്രമേ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ പിയർ എന്ന് പറഞ്ഞാൽ ഗ്ലോബലാ. Yeah. ആൻഡ് വി ഡോണ്ട് ഈവൻ നോ നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്സ് ആരാന്ന് നമുക്കറിയില്ല. കോവിഡിന്റെ സമയത്ത് ഞങ്ങളെല്ലാവരും വീട്ടിലായല്ലോ, ഞാനും 2 മക്കളും. മോന്റെ റൂമിൽ നിന്ന് ഞങ്ങൾ ഇതുവരെ കേൾക്കാത്ത ലാംഗ്വേജ് ഒക്കെ കേൾക്കുന്നു. ആൻഡ് വി വർ ലൈക്ക് വാട്ട് ഈസ് ദിസ് ഹാപ്പനിങ്. നോക്കുമ്പോൾ ഇവൻ തെലുങ്കിൽ സംസാരിക്കുന്നു, ഒരു പ്രാവശ്യം ഹിന്ദിയിൽ സംസാരിക്കുന്നു, ഒരു പ്രാവശ്യം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നു. ദെൻ ഐ വാസ് ലൈക്ക് വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ. ഞങ്ങൾ മെല്ലെ ഫുഡ് ടൈമിൽ ഞങ്ങളെ വീട്ടിൽ കിച്ചണിൽ റൂൾസ് ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ കിച്ചണിൽ ഫോൺ കൊണ്ടുവരില്ല ആരും. അവിടെ ഞങ്ങൾ മാത്രമുള്ള ലോകമാണ്, ഫുഡാണ്, അത് ആസ്വദിച്ച് കഴിക്കണം, അങ്ങനെയൊക്കെ കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്. ഷെഫിനെ കിസ് ചെയ്യണം. അത് അതെങ്ങനെയെങ്കിലും കുഴപ്പമില്ല, ദാറ്റ്സ് ഓൾ ഓക്കെ. അപ്പോൾ ഞങ്ങള് അങ്ങനെ ഒരു ഇതിൽ മാത്രമേ, ഞങ്ങള് 3 മാത്രമുള്ള ഒരു ലോകമായിരുന്നു. എന്നിട്ട് ഞങ്ങളിത് എന്ത് സംഭവം, ഓരോരോ ഭാഷയാണല്ലോ ഈ കേൾക്കുന്നുള്ളത്. നോക്കുമ്പോ പബ്ജി, ഗ്രൂപ്പ്, ഫ്രണ്ട്സ്, ഡിസ്കോഡ്. മാത്രം ജാപ്പനീസ് സംസാരിക്കുന്നു. നറുട്ടോ കണ്ടിട്ട് ജാപ്പനീസ് സംസാരിക്കാൻ പഠിച്ചു. സോ ഗുഡ്. അപ്പോ പിയർ മാറ്റേഴ്സ്. പിന്നെ എങ്ങനെ എന്നുള്ള അനുസരിച്ചിട്ടിരിക്കും ആ പിയറിന്റെ വാക്കുകൾ ഇങ്ങോട്ട് നമ്മൾ അധികം എടുത്തിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ട് അത് പ്രശ്നമാക്കുന്നുണ്ട് എങ്കിൽ അതൊരു പ്രശ്നമാണ്. അതല്ല പ്രശ്നം എന്നുള്ളത് നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് എങ്കിൽ അതത്ര വലിയ പ്രശ്നമുള്ള സംഗതിയൊന്നുമല്ല. നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് യങ്സ്റ്റേഴ്സും ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ അതൊന്ന് റെഡി ആയിക്കോളും. അതൊക്കെ റെഡി ആയിക്കോളും. പാരന്റ്സിന് കുറച്ച് അപ്ഡേറ്റഡ് ആവണം എപ്പോഴും ഇങ്ങനെ കീപ്പിംഗ്. I think that was my next question. കാരണം because my mom is a teacher and a mom as well, രണ്ട് ഡൈനാമിക്സ് ഞാൻ കേൾക്കാൻ ഇപ്പം പല ടീച്ചേഴ്സിനെ ഞാൻ കാണാറുണ്ട്. അമ്മയുടെ ഫ്രണ്ട്സ് ആവാം, ഓ ലൈക്ക് wherever we go റേഡിയോ വൈസ് ഒക്കെ, പാരൻസ് കീപ് ബ്ലെയിമിങ് ദ ടീച്ചേഴ്സ്, ടീച്ചേഴ്സ് കീപ് ബ്ലെയിമിങ് ദ പാരൻസ്. ഇടയിൽ കുട്ടികളാണ് സബ്ജക്റ്റ്. അപ്പോൾ ഇതൊരു ബ്ലെയിം ഗെയിം ആയി മാറിയിട്ടുണ്ട്. പാരൻസ് വിൽ സേ ടീച്ചേഴ്സ് അവിടെ കൊടുക്കേണ്ടത് കൊടുക്കുന്നില്ല, അറ്റൻഷൻ കൊടുക്കുന്നില്ല. ടീച്ചർ കുട്ടിയെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയെ നിങ്ങൾ എന്തിനു ചീത്ത പറയുന്നു. ടീച്ചേഴ്സ് ഓൺ ദി അതർ സൈഡ് ഈസ് സെയിങ് ഇന്നത്തെ പാരൻസ് ഹാവ് നോ ഐഡിയ അബൌട്ട് പാരന്റിങ്. വെറുതെ ആരോ പറഞ്ഞുകൊണ്ട് ദേ ഹാഡ് കിഡ്സ്. സോ വേർ ഡു യു തിങ്ക് വാട്ട് is this a blame game or is this a problem with the system in general? കാരണം ഡെഫിനറ്റ്ലി യു കാൻ ബ്ലെയിം ദി ചിൽഡ്രൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം ദേ ചിൽഡ്രൻ, റൈറ്റ്? എനിക്കൊരു സ്റ്റോറിയാണ് ഓർമ്മ വരുന്നത് കേട്ടോ. മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ ഗവൺമെൻറ് സ്കൂളിലേക്ക് മാറ്റിയത്. അത് മാറ്റാനുണ്ടായിരുന്ന കാരണം ഇവർ ഇനി പുറത്തേക്ക് പോകണം, ജീവിക്കണം, അതിനൊക്കെ ആണെങ്കിൽ ബസ്സിൽ കയറണം, ആൾക്കാരുമായിട്ട് എല്ലാ തരത്തിലുള്ള മനുഷ്യരുമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ടാവണം എന്നൊക്കെ വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ മാറ്റിയത്. കാരണം ഇവള് എൻ്റെ വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞ് ആയപ്പോൾ ഉണ്ടായിരുന്നൊരു മാറ്റം ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എനിക്ക് തോന്നി മോനും അത് ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടിയാൽ അത് നല്ലതല്ലേ എന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നി ഇവളുടെ അത്രയും ഓപ്പൺ ആയിരുന്നില്ല അവൻ. അപ്പോൾ അവന് തീർച്ചയായിട്ടും ഇത് വേണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അങ്ങനെയാണ് ഗവൺമെൻറ് സ്കൂളിൽ കൊണ്ടുപോയിട്ട് ചേർക്കാനുള്ള കാരണം. അവിടെ ഓപ്പൺ ഹൗസ് ഇസ് ഡിഫറെൻറ്റ്, നോട്ട് ലൈക്ക് ICSE സ്കൂള് പോലെയോ CBSE പോലെയോ അല്ല. അങ്ങനെയല്ല. അപ്പോൾ ICSEയിലും CBSEയിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ അമ്മ വന്ന് മുമ്പിലിരിക്കുന്നു, ടീച്ചർ കുട്ടീനെ കുറിച്ച് സംസാരിക്കുന്നു, മാർക്കിനെ കുറിച്ച് സംസാരിക്കുന്നു, അതൊക്കെ കഴിഞ്ഞു. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്കൂളിൽ പോയിട്ട് 40-45 കുട്ടികൾ ഓരോരു ടീച്ചറായിട്ട് വരുന്നു. എല്ലാവരുടെ പാരൻസും ഇവിടെ നിൽക്കുന്നുണ്ട്, കുട്ടികൾ നിന്നിട്ടുണ്ട്. ആകെ കൂടി ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലത്ത് ഓരോരോ ടീച്ചേഴ്സ് ഇങ്ങനെ വരുന്നു. അവിടെ എല്ലാ പാരൻസിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഓരോരോ കുട്ടീനെയൊക്കെ എടുത്തെടുത്തിട്ട് ഇങ്ങനെ കുറ്റം പറയുന്നു, ഇങ്ങനെ കുറ്റം പറയുന്നു. ആൻഡ് ഐ വാസ് ലൈക്ക്, പിന്നെ ഒരു പ്രാവശ്യം എന്നോടൊരു ടീച്ചർ പറഞ്ഞു ഇവൻ ഭയങ്കരമായിട്ട് സംസാരിക്കും. ഞാൻ പറഞ്ഞു ടീച്ചറെ ഇവൻ സംസാരിക്കുന്ന കുറവായതുകൊണ്ടാണ് ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ ഇട്ടത്. ഇവൻ സംസാരിക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗവൺമെൻറ് സ്കൂളിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതിന് വേണ്ടി തന്നെയാണ്. ആൻഡ് ഐ എം റിയലി റിയലി ഹാപ്പി ദാറ്റ് യു ടോൾഡ് മീ ദിസ്. ഇത് അവിടെ തന്നെ ഇരുന്നിട്ടാണ് ഞാൻ ഇത്രയും പാരൻസിൻ്റെ ഇത്രയും മുമ്പിൽ തന്നെയാണ് ഇവർ പറയുന്നുള്ളത്. ഓരോരോ ടീച്ചറിനോട് ഓരോരോ പാരൻസ് പറയുന്നു നല്ല അടി കൊടുക്കണം, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വിട്ടിട്ടുള്ളത്, കുട്ടികൾ പിന്നെ പഠിക്കണ്ടേന്നൊക്കെ ഇങ്ങനെ ഞാൻ പറയും. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഇവരുടെ തന്നെ കുട്ടികളല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയാമല്ലോ ഇത് എൻ്റെ കുട്ടീനെ എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ സ്കൂളിൽ ചേർത്തിരിക്കുന്നത്. സ്കൂളിംഗ് ആണ്, ലൈക്ക് സ്കൂൾ ഓഫ് ഫിഷ് എന്നൊക്കെ പറയുന്ന പോലെ ആൾക്കാരുടെ ഇടയിൽ കൂടിയിട്ട് എല്ലാം പഠിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൽ നമ്മൾ അയക്കുന്നത്.
ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് മാർക്സ്. Yeah. സോ ഇത് കഴിഞ്ഞ് ഞാനും ഇവനും കൂടി കാറിൽ ഇങ്ങനെ തിരിച്ചു വരുമ്പോൾ ഹി വാസ് ലൈക്ക്, ഇവൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരു സ്റ്റേറ്റ്മെൻറ്റ് പറയും കേട്ടോ. അപ്പോൾ ഞാനത് കേൾക്കുകയും ചെയ്യും. വീട്ടിൽ വന്നിട്ട് അതങ്ങനെ തന്നെ ഇന്ന വയസ്സിൽ ഇത്രാമത്തെ ദിവസം ഇത്ര മണിക്ക് ഇന്ന കാര്യം പറഞ്ഞൊന്ന് എഴുതി വെക്കും. അത് ഇവളുടെ കേസിലും ഞാൻ ചെയ്തിട്ടുണ്ട്, ഇവൻ്റെ കേസിലും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവൻ ഈ വണ്ടിയിൽ ഇരുന്നിട്ട് എന്നോട് പറഞ്ഞു, ഉമ്മ, why don't people understand, especially parents understand that they have only one life with their kids? ഞാനിങ്ങനെ ഒന്ന് ഞെട്ടി. എന്നിട്ട് ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനിങ്ങനെ നോക്കി. അപ്പം അവൻ താങ്ക് യു പറയുന്നതാണ് കേട്ടോ. പിന്നെ ചില കുട്ടികൾക്ക് അങ്ങനെ താങ്ക് യു പറയാൻ അറിയില്ലല്ലോ. their love language is different, right? അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, കുറേ കഴിഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇങ്ങനെ ഓപ്പൺ ഹൗസ് കഴിഞ്ഞിട്ട് ഞങ്ങളെ വീട്ടിലുള്ള സംഭവം വെച്ചാൽ ഞങ്ങൾ KFC തിന്നാൻ പോവും, ഐസ്ക്രീം തിന്നാൻ പോവും. അങ്ങനെയാണ് ഞങ്ങളുടെ കഥ. പൊതുവെ രണ്ടാളും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. അവരുടെ ക്ലാസിന്റെ കാര്യത്തിലും മാർക്കിന്റെ കാര്യത്തിലും ഒന്നും എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അത് വലിയ പ്രശ്നമൊന്നും എനിക്ക് ആയിരുന്നില്ല. ഞാൻ ഭയങ്കര മാർക്ക് വാങ്ങിയ ഒരു മനുഷ്യനായിരുന്നു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, 18 വയസ്സിൽ ഞാൻ കല്യാണം കഴിച്ചിട്ട് ഞാൻ എൻ്റെ പാടിന് പോയി. അപ്പം ഞാൻ എന്തിനാ ബുദ്ധിമുട്ടിക്കേണ്ടത്? പിന്നെ കുട്ടികളായി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പഠിക്കാൻ പോയതൊക്കെ. അപ്പം അതൊന്നും വലിയൊരു സംഭവമൊന്നും അല്ല എന്ന് എനിക്കറിയാവുന്നതാണ്. അപ്പം ഇവർക്ക് ഒരു പ്രാവശ്യമല്ലേ ഈ കുട്ടിത്തം കിട്ടുള്ളൂ. ആ സമയത്ത് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പം അവൻ എന്നോട് പറയണേ, എന്തിനാണ് പാരൻസ് ഇങ്ങനെ ടീച്ചേഴ്സിൻ്റെയും ബാക്കിയുള്ള ആൾക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ചിട്ട് അവൻ്റെ കുട്ടികളെ കുറ്റം പറയാൻ നിൽക്കുന്നത്? അവർക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവർ വീട്ടിൽ പോയിട്ട് പറഞ്ഞാൽ പോരെ. അത് പിന്നീട് പറയുന്നത്, ആ സമയത്തല്ല. ആ സമയത്ത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് പറയുന്നത്. ഇത് രണ്ടുപേരും കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. പാരൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ കുട്ടി നമുക്ക് വലുതാണ്. ടീച്ചേഴ്സിന് ഒരു ദിവസത്തിൽ 40 മിനിറ്റ് മാത്രമേ അവർക്ക് ഒരു കുട്ടീനെ കിട്ടുള്ളൂ. അതും ഈ 10-35 കുട്ടികൾക്ക് ഇടയിൽ മാത്രം. പക്ഷേ ദേ ഇൻഫ്ലുവൻസ്. കാരണം നല്ല കാര്യങ്ങൾ ചെയ്യുന്ന എല്ലാ മനുഷ്യരും കുട്ടികൾക്ക് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനനുസരിച്ചിട്ട് പെരുമാറണം ആസ് ടീച്ചേഴ്സ്. പക്ഷെ ആസ് പാരൻസ് നമ്മളും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ്, ഇന്നൊക്കെ സംഭവിക്കും, ഇതൊന്നും. പക്ഷെ അതിജീവനം എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ, റെസീലിയൻസ്, അത് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ച് കൊടുത്തിരിക്കണം. ഒരാൾ നിന്നെ എന്തെങ്കിലും ചീത്ത വിളിക്കുന്നുണ്ടെങ്കിൽ നീ അതല്ല എങ്കിൽ നീ അത് എടുക്കണ്ട. യു ഡോണ്ട് ഹാവ് ടു ടേക്ക് ഇറ്റ്. യു ആർ സ്റ്റുപ്പിഡ്. No, then why would you even? Like അങ്ങനെ ഓരോരാൾ അവർക്ക് തോന്നുന്നതൊക്കെ അവർ പറയും. അത് അവരുടെ രീതികളാണ്. അവരങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. Are you that? If you're not, then why would you take it? Just let it go. അങ്ങനെ കുറച്ചും കൂടി നമ്മൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ആ ഒരു ധൈര്യമൊക്കെ കുട്ടികൾക്ക് കൊടുക്കുകയാണ് എങ്കിൽ അവർക്ക് കുറച്ചൊക്കെ മാറ്റം വരും. പക്ഷെ നമ്മളിത് പഠിക്കുന്നത് വയസ്സാം കാലത്താണ്. നമ്മൾ ഈ കുട്ടികൾക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കേണ്ട പ്രായത്തിൽ നമുക്കിത് അറിയുന്നില്ല. അതൊരു ഭയങ്കര പ്രശ്നമാണ്. അപ്പം നമ്മൾ പിന്നെ ചെയ്യേണ്ടത്, മുമ്പത്തെ കാലത്തെ പാരൻസിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അവർക്കിതൊന്നും അറിയില്ലായിരുന്നു, പറഞ്ഞു കൊടുക്കാൻ അറിയില്ലായിരുന്നു, മനസ്സിലാക്കി കൊടുക്കാൻ അറിയില്ലായിരുന്നു. പിന്നെ 1970s ഞാൻ വേറെ എവിടെയും കൂടി ഇത് പറഞ്ഞിരുന്നു. 1970s ഈ പണിഷ്മെന്റിനെ കുറിച്ചിട്ടുള്ള റിസർച്ചസ് തന്നെ മുമ്പേ നടന്നുകൊണ്ടുണ്ട്. പക്ഷെ അതിനെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നത്, ഈ പണിഷ്മെന്റും ഈ യെല്ലിങ്ങും എങ്ങനെയാണ് കുട്ടികളുടെ ബ്രെയിനിനെ ബാധിക്കുക എന്നുള്ളത് 70s ശരിക്കും പറഞ്ഞാൽ അതിനെ കുറിച്ചിട്ട് അധികം പുറത്തേക്ക് വന്നത്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവിക്കുക എന്നുള്ളത്. അതിനുശേഷമാണ് ഇത്. അന്ന് ഇന്റർനെറ്റ് ഇല്ലല്ലോ. ഇപ്പൊ നമ്മളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് എന്ന് പറയുന്നത് ഇന്റർനെറ്റ് ആണ്. അപ്പോഴേക്കപ്പം നമുക്ക് കാര്യം കിട്ടും. അപ്പോൾ ഇത് എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഒരുവിധം പിള്ളേർ തല്ലാൻ പാടില്ല, ബഹളം ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെ പൊതുവെ മനുഷ്യരിലേക്ക് ഈ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ 70s ജനിച്ച 80s ജനിച്ച ആൾക്കാരൊന്നും പാരൻസ് തല്ലി, ടീച്ചേഴ്സ് തല്ലി എന്ന് പറഞ്ഞിട്ട് ഇപ്പം ബഹളം വെച്ചിട്ട് കാര്യമില്ല. കാരണം അന്നത്തെ വലിയ വലിയ സയന്റിസ്റ്റും റിസർച്ചേഴ്സും പറഞ്ഞത് തല്ലി കൊടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്നാണ്. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവരത് കേട്ടിട്ട് ചിലപ്പോൾ തല്ലി കൊടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും തല്ലിയിട്ടുണ്ടാവുക. ഇപ്പോഴാണ് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും എന്നൊക്കെ പറയുന്നത്. അന്ന് നമ്മളറിയാത്തതുപോലെ ഇന്നും അറിയാത്ത ഒരുപാട് മനുഷ്യരുണ്ട് ഇതേ കാര്യങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഇത് ഇനി പഠിച്ചു വരുമ്പോഴത്തേക്ക് അടുത്ത 20 വർഷം കഴിഞ്ഞെങ്കിൽ വീണ്ടും തല്ലണമെന്നായിരിക്കും സ്റ്റഡി പറയാം. ചിലപ്പോ അങ്ങനെ പറഞ്ഞു അത്രയും മാറ്റങ്ങൾ വരുന്നുള്ളത്. നമ്മൾ അത് നെയ്യ് തിന്നാ തടി വെക്കൂന്ന് വിചാരിച്ചിട്ട്, മുട്ട തിന്നാ തടി വെക്കൂന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവർക്കൊന്ന് മര്യാദക്ക് മുട്ട കൊളസ്ട്രോൾ നല്ലതാണ്. I have no idea what is right and wrong yet now. So
so much എന്തൊക്കെയോ information, കാര്യങ്ങളുണ്ട്. so much. നമ്മളിങ്ങനെ ഇംപെർഫെക്റ്റ് മനുഷ്യന്മാരായിട്ട് ഇത് തന്നെയാണ് ഓക്കെ, എങ്ങനെയെങ്കിലും ഇങ്ങനെ അന്ന് മാറ്റം വരുന്നുണ്ടെങ്കിൽ അപ്പം അതിനനുസരിച്ച് മാറാന്നൊക്കെ വിചാരിച്ചിട്ട് നമുക്കിങ്ങനെ പോവാന്നല്ലാണ്ട് നമുക്ക് എപ്പോഴും ശരിയാവാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞില്ല, വി ആർ ഇംപെർഫെക്റ്റ് ആൻഡ് വി ആർ പെർഫെക്റ്റ്. Awesome. I think it's all about our communication you have in the family. അങ്ങനെയാണെങ്കിൽ what are some good practices parents or as a family they can follow? കാരണം ഇപ്പം അതല്ലേ പറ്റുള്ളൂ. Are there any good practices you can, ഇപ്പം പറഞ്ഞ പോലെ കിച്ചണിൽ നോ ഫോൺസ് എന്നൊക്കെ പറഞ്ഞ പോലെ any? Yeah, that ritual is absolutely important. എന്തെങ്കിലുമൊക്കെ rituals, traditions as a family that you rituals of connection. So sort of like ഭക്ഷണം ഒരുമിച്ചിട്ട് 1 meal a day ഒരുമിച്ചിട്ട് കഴിക്കണം. ചില ആൾക്കാർക്ക് അത് പ്രേയിങ് ആണ്, ഒരുമിച്ചിട്ട് പ്രാർത്ഥിക്കാം. പക്ഷെ ചില ആൾക്കാർക്ക് ഇഷ്ടമല്ല, ഫോഴ്സ്ഫുള്ളി പ്രാർത്ഥിപ്പിക്കുന്നതുണ്ട്, ദാറ്റ് അവിടെ കണക്ഷൻ ആവില്ല. പക്ഷെ ഇഷ്ടപ്പെട്ട് ഒരുമിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, പിക്നിക്സിന് പോവുക, അല്ലെങ്കിൽ ഈറ്റിംഗ് ടുഗെദർ, ഫോൺസ് മാറ്റി വെക്കുക, ഒരു സിനിമ ഒരുമിച്ച് കാണുക, ഗെയിം നൈറ്റ്സ് ഉണ്ടാവുക, ഗ്രേറ്റ് ആണ്. ഭയങ്കര അടിപൊളി സാധനമാണ്. എസ്പെഷ്യലി സോഷ്യൽ ഗെയിംസ്, ടീം ബിൽഡിംഗ് ഗെയിംസ് ഒക്കെ ഒരുമിച്ചിട്ട് വീട്ടുകാർ കളിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഇറ്റ് ബിൽഡ്സ് കണക്ഷൻ ബിറ്റ്വീൻ ഈച്ച് അതർ. പിന്നെ ചില സമയത്ത് നമ്മൾ ചെയ്യാറുള്ളൊരു സാധനം, സിറ്റിംഗ് ഇൻ എ സർക്കിൾ, എസ്പെഷ്യലി ഡിഫിക്കൽട്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഇരുന്നിട്ട് റിയലി ചെക്കിങ് ഇൻ, വാട്ട് ആർ യു ഫീലിംഗ്, എന്താ സംഭവിച്ചത്, എന്താ എക്സ്പീരിയൻസ് ചെയ്യുന്നുള്ള. എസ്പെഷ്യലി ഒരു കുറച്ച് ബിഹേവിയറൽ പ്രശ്നങ്ങളുള്ള കുറച്ച് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ റിയലി സിറ്റിംഗ് അഗൈൻ, ഒന്ന് ബെഡിലൊക്കെ ഇരുന്ന് എല്ലാവരും ഒന്ന് ചുറ്റിയിരുന്നിട്ട് കൈ പിടിച്ച് അല്ലെങ്കിൽ ഒന്ന് മെല്ലെ തടവിക്കൊണ്ടൊക്കെ ജസ്റ്റ് റിയലി ആസ്കിങ് എന്താ സംഭവിച്ചത്, വാട്ട് ഹാവ് യു ബീൻ ഫീലിംഗ്. ക്രിഞ്ച് എന്ന് പറയും, ബട്ട് വി ഹാവ് ടു ഗെറ്റ് ഓവർ ഇറ്റ്. സോ വെൽ, വർക്ക് സോ വെൽ. അല്ല, ഇന്നത്തെ പിള്ളേർ ചിലപ്പം പറയും അപ്പന്റെ കൈ പിടിക്കുന്നു, ഞാൻ പറഞ്ഞു പിടിച്ചില്ല എന്ന് പറഞ്ഞിട്ട് നാളെ അവര് നേരത്തെ പറഞ്ഞ പോലെ കുറ്റം പറയും. ഞാൻ എന്നെ സ്നേഹിച്ചിട്ടില്ല, എന്റെ കൈ പിടിച്ചിട്ടില്ല, they will say that too. ക്രിഞ്ച് എന്ന് പറഞ്ഞോട്ടെ, ക്രിഞ്ച് ഇസ് ഫൺ, ക്രിഞ്ച് ഇസ് ലവ്ലി, ഇറ്റ്സ് സോ നൈസ്. ഐ തിങ്ക് ആ ഒരു സോഫ്റ്റ്നെസ്, ആ ജെന്റിൽനെസ് ഇൻസൈഡ് ദ ഹോംസ്, ഇറ്റ് ബിൽഡ് സോ മച്ച് കമ്പാഷൻ, ഇറ്റ് ബിൽഡ് സോ മച്ച് എംപതി. And we were saying this earlier, to instead of reacting, building curiosity. ഇപ്പം എന്തെങ്കിലും പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, നീ എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്, എന്തിനാ എന്നോട് എങ്ങനെ സംസാരിക്കുന്നത്, ഇറങ്ങിപ്പോയിക്കേ. That's how we react, right? പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഭയങ്കര ഡിഫെൻസീവ് ആണ്. അവർക്ക് മനസ്സിലാവും ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്, പ്ലീസ് ടോക്ക് ടു മീ ആഫ്റ്റർ ദിസ് ടൈം എന്ന് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ ക്യാൻ വി ടോക്ക് ലേറ്റർ, സിമ്പിളാണ്, അത്രയും പറഞ്ഞാൽ മതി. പക്ഷെ അത് പറയാനുള്ള പേഷ്യൻസ് പോലും നമുക്കില്ല. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് വി ജസ്റ്റ് വാണ്ട് ടു ലൈക്ക് ഷൗട്ട്, എന്താ മനസ്സിലാക്കാത്ത, nobody can read each other's mind. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ജസ്റ്റ് ക്രിയേറ്റിംഗ് സിമ്പിൾ ലൈൻസ്, ലാംഗ്വേജ് ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. ലാംഗ്വേജ് ഇസ് സച്ച് എ പവർഫുൾ ടൂൾ. പക്ഷേ ഈ ലാംഗ്വേജ് നമുക്ക് ഉപയോഗിക്കാൻ അറിയില്ല, കാരണം നമ്മളെ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളതും ടി വിയിലും മീഡിയയിലും ഒക്കെ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ ഹാംഫുൾ ലാംഗ്വേജ് ആണ്. അപ്പോൾ ഈ ഹാംഫുൾ ലാംഗ്വേജ് തന്നെയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്. ലാംഗ്വേജ് ഒന്ന് മെല്ലെ മെല്ലെ മാറ്റിയാൽ തന്നെ മതി. ഈവൻ ഇൻ തെറപ്പി റൂം സാഡ് പാർട്ട് എന്താണെന്നറിയോ, ഇവർക്കൊന്നും തമ്മിൽ സ്നേഹം ഇല്ലായിട്ടല്ല. ഐ സീ എ ലോട്ട് ഓഫ് കപ്പിൾസ് ആൻഡ് ഫാമിലീസ് കമ്മിങ് ഇൻ, ദേ ലവ് ഈച്ച് അതർ. കേരളത്തിലെ മലയാളീസ് ലവ് their families. They don't know how to show this love. They don't know how to say that. Especially imagine a guy having to tell his dad that he loves him. They can't hug, they can't touch, they can't say this. അച്ഛന്മാരൊക്കെ ട്രെയിനിൽ മക്കളെ കൊണ്ടുവിടുന്ന സമയത്ത് my dad still kisses me every time I get on the train. I have a child in my hand, by the way. എന്നിട്ട് ഒരു അച്ഛൻ ചെയ്യുന്നത്. But that's been a ritual, I guess, for him, and I respect it, which is I've never asked him, acha, don't do this, there are other people looking. ഞാൻ പറഞ്ഞിട്ടില്ല, but I guess that we are waiting to കിട്ടിയില്ലെങ്കിൽ it'll be weird. Then you'll ask, acha, you okay? What's going on? And that's important. That's so important, because if he didn't, that means something is wrong. He needs your help, he needs your connection. And our rituals and all, അത് ഭയങ്കര important ആണ് for us to hold each other, love each other, and also hold each other accountable. ഈ സ്നേഹം നമുക്ക് കാണിച്ചു കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴും എങ്ങനെ മാറണം, എങ്ങനെ വളരണം എന്ന് അവർ പറഞ്ഞാലും നമുക്കത് കേൾക്കാൻ തോന്നുള്ളൂ. Otherwise, why would we want to just listen to someone who doesn't even love us? Right? അപ്പോൾ ഇങ്ങനെയുള്ള ക്രിയേറ്റ് ചെയ്യുക, ടൈം ക്രിയേറ്റ് ചെയ്യുക, ലൈക്ക് റെസ്പോണ്ട് rather than reacting, and that too with curiosity. And listen. ലിസണിങ് ആണ് ഏറ്റവും കൂടുതൽ നമ്മൾ വീടിനകത്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പിന്നെ അവൾ പറഞ്ഞല്ലോ ടൈം സ്പെൻഡ് ചെയ്യണമെന്ന്. ടൈം സ്പെൻഡ് ചെയ്യണം, ബട്ട് വിത്തൗട്ട് ഫോൺ. ഇതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. പാരൻസ്, മെയിൻലി ഫാദേഴ്സ്,
പറയുന്നതിൻ്റെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഫേസ്ബുക്ക് സ്ക്രോൾ ചെയ്യുന്നുണ്ടാവും, ഒരാവശ്യം ഉണ്ടാവില്ല. പൊളിറ്റിക്സിലൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരിക്കും, പൊളിറ്റിക്സും ഇയാളും തമ്മിൽ പൊലബന്ധം പോലും ഉണ്ടാവില്ല. എന്നാലും ഇത് ഭയങ്കര എന്തോ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഇങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇങ്ങനെ എന്താ എന്റെ അച്ഛൻ എപ്പോ നോക്കിയാലും പോളിസി, എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ ലിസണിങ് സ്കിൽ ഉണ്ടാവണം, ദാറ്റ് ടു ആക്റ്റീവ് ലിസണിങ്. ഓക്കെ, പിന്നെ റെസ്പോണ്ട് ചെയ്യാനാണ് പഠിക്കേണ്ടത്, റിയാക്ട് ചെയ്യാനല്ല. അതിന് വേണ്ടത് ക്ഷമയാണ്. ആ ക്ഷമ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡുകൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഞാൻ ഉറങ്ങുകയാണെങ്കിൽ ഇവർ വന്നിട്ട് ഒരിക്കലും എന്നെ ബുദ്ധിമുട്ടിക്കില്ല, ബിക്കോസ് ദേ നോ ഷീ ഈസ് റെസ്റ്റിംഗ്. ആ സമയത്ത് എനിക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും ഉണ്ടാവും, ചൂട് ആക്കിയിട്ട് എനിക്ക് കഴിക്കാൻ പറ്റും. പിന്നെ 18 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അവർ മാഗി ഉണ്ടാക്കി കഴിച്ചോളും, വേറെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചോളും. അങ്ങനെ അവർക്കറിയാം, അവരെന്നെ ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ പല കുട്ടികളെയും ഞാൻ കണ്ടിട്ടുണ്ട്, പാരൻസ് ഉറങ്ങുന്നത് സഹിക്കാൻ പറ്റാത്ത മാന്തി വെളിച്ച് കൂവി ബഹളം ഉണ്ടാക്കി, അവർക്ക് തോന്നുന്നു എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല. അപ്പം മറ്റേയാളും എത്ര ബുദ്ധിമുട്ടുള്ളതാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അപ്പുറത്തേക്ക് നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കുക, ഇപ്പുറത്തേക്ക് നമ്മൾ റെസ്പെക്റ്റ് വാങ്ങുക. അത് മാത്രമേ വഴിയുള്ളൂ. സംസാരിക്കുമ്പോഴാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും ഹെൽപ്പിങ് അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും ആ റെസ്പെക്റ്റോട് കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്കത് കുട്ടികൾക്ക് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആൻഡ് യു ഹാവ് ടു ബി എ റോൾ മോഡൽ. കാറിലിരുന്ന് കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ അപ്പുറത്തെ വണ്ടിക്കാരനെ ഇപ്പുറത്തെ വണ്ടിക്കാരനെ ഒക്കെ ചീത്ത വിളിക്കുന്ന ഒരു പാരൻ്റ് ആണ് എങ്കിൽ, റോഡ് റേജ് ഒക്കെ ഉള്ള ഒരു പാരൻ്റ് ആണ് എങ്കിൽ, യു കെൻ നോട്ട് എക്സ്പെക്ട് യുവർ കിഡ് ടു ബി എ കാം കിഡ്. യു കാൺട്ട്. എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, എന്തിനാണ് ശബ്ദം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ കുട്ടികളോട് ചോദിക്കണമെങ്കിൽ യു ഷുഡ് മോഡൽ കാം ബിഹേവിയർ. directly at me, but I have serious road rage issues. So അത് നമ്മൾ എന്തെങ്കിലും പല കാര്യങ്ങളും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ സ്മെൽ ദ ഫ്ലവർ ബ്ലോ ദ കാൻഡിൽ എന്നിട്ട് മാത്രമേ പറയാൻ പാടുള്ളൂ. ദേഷ്യം വരുന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി കുട്ടികളോട് പറയുന്നതിന് വേണ്ടി മാത്രമാണ്. നമ്മളാണെങ്കിൽ ഇൻഹെയിൽ എക്സെയിൽ എന്ന് പറഞ്ഞാൽ പോരെ. നോ, കുട്ടികളോട് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, ദേഷ്യം വരുന്നുണ്ടെങ്കിൽ സ്മെൽ ദ ഫ്ലവർ ബ്ലോ ദ കാൻഡിൽ, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മാത്രം എന്തേലും വിളിച്ചു പറയാന്ന് പറഞ്ഞ് എന്ത് സുഖമായിട്ട് കുട്ടികൾ പഠിക്കുന്നറിയോ. പിന്നെ നമ്മൾ വേറൊരു തെറ്റ് ചെയ്യുന്നത്, കുട്ടികളോട് ടൈം ഔട്ട് ചെയ്യാന്നാണ് അതിനെ പറയുക. നമ്മൾ കുട്ടികളോട് മിണ്ടാതിരിക്കും, ഏതെങ്കിലും ഒരു മൂലക്കിരുത്തും. അങ്ങനെ കുട്ടികളെ മൂലക്കിരുത്തുന്നുണ്ടെങ്കിൽ മിണ്ടാതിരിക്കുന്നെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ഇരിക്കണം. ദാറ്റ് ഇസ് ടു ഇൻട്രോസ്പെക്ട്. ഞാൻ ചെയ്തത് എന്താ, നോട്ട് ടു പണിഷ്. ഇറ്റ്സ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കൺട്രോൾ അല്ല എന്നുള്ളത് പാരന്റ്സ് മനസ്സിലാക്കേണ്ട സംഭവമാണ്. And after a parent has a blow up, the parent also should do that. Yes. Okay. Model and show. You have to sit. And I think it's important for the parent to say these things. You know what, especially after a road rage incident or so. The way ഞാൻ സംസാരിച്ചത് ഒട്ടും ശരിയായിട്ടില്ല. I'm really sorry to all of you that I spoke like that in front of you. It was really wrong of me. Maybe ഞാൻ ഇനി അടുത്ത പ്രാവശ്യം മുതൽ I should do it differently. How about ഞാൻ ഇനി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ you also help me blow, blow the candle, smell the flower. Then we can do it together. Maybe you can teach me that. Parents need not be perfect. They do not be flawless, but they just need to be honest sometimes. ആ vulnerabilities ഒരു പാരന്റിനും പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഒരു പാരന്റിനും തെറ്റ് പറ്റാം. നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അമ്മ എന്താ ഇങ്ങനെ, അച്ഛൻ എന്താ ഇങ്ങനെ, അച്ഛനും അമ്മയ്ക്കൊക്കെ തെറ്റ് പറ്റുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞില്ലേ. അതുപോലെ നമ്മൾ മനസ്സിലാക്കണം. സ്പെഷ്യലി വെൻ യു ആർ ഡ്രൈവിംഗ് ഓർ വെൻ യു ആർ ടുഗെദർ വിത്ത് യുവർ ഫാമിലി ഔട്ട്, പ്ലീസ് ഡോണ്ട് ഗോസിപ്പ് അബൌട്ട് അതർ പീപ്പിൾ. മറ്റ് മനുഷ്യരെ കുറിച്ച് പറയാതിരിക്കുക. എസ്പെഷ്യലി വീട്ടിലുള്ള കുടുംബക്കാരെ കുറിച്ചിട്ട്, ഗ്രാൻഡ് പാരൻസിനെ കുറിച്ചിട്ട് ഒക്കെ. ഇപ്പം നമ്മൾ ന്യൂക്ലിയർ ഫാമിലി അല്ല, ജോയിൻറ്റ് ഫാമിലിയാണെന്ന് വിചാരിച്ചോളൂ. നമ്മൾ മാത്രം ഒരു ഫാമിലി ആയിട്ട് ഫുഡ് കഴിക്കാൻ പോകണു, സിനിമ കാണാൻ പോകുന്നു. ആ സമയത്ത് നമ്മൾ വീട്ടിലുള്ള മറ്റു മനുഷ്യരെ കുറിച്ചിട്ടൊക്കെ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു എഫക്റ്റ് യു വെരി ബാഡ്ലി. എന്താണോ കേൾക്കുന്നത് അതാണ് കുട്ടികൾ തിരിച്ചു തരിക. നമുക്ക് കൊടുത്തത് മാത്രമേ കിട്ടുള്ളൂ, കൊടുത്താൽ മാത്രമേ കിട്ടുള്ളൂ. അതും കൂടി നമ്മൾ ആലോചിക്കണം. ഇന്ന് എവറി ജോബ് സീംസ് ടു ഹാവ് എ ന്യൂ ത്രെറ്റ്. അതായത് ഇപ്പോൾ റേഡിയോ ആണെങ്കിലും സ്പോർട്സ്, ഡോക്ടേഴ്സ്, AI എല്ലായിടത്തും എല്ലാവർക്കും സംവേദി അതിനെ എഫക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. സം പീപ്പിൾ നോ ടു ലേൺ AI whatever. നമുക്കൊന്നും പറയാനുള്ള സ്റ്റേജ് എത്തിയിട്ടുമില്ല, ബിക്കോസ് ഇറ്റ്സ് ജസ്റ്റ് സ്റ്റാർട്ടഡ്. ബട്ട് വെൻ യു തിങ്ക് അബൌട്ട് തെറപ്പി, I think
വലിയൊരു ഷിഫ്റ്റ് ഉണ്ട്. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ ഹ്യൂമൻസ് AI യൂസ് ചെയ്യുന്നത് ഈസ് ഫോർ മെൻ്റൽ ഹെൽത്ത് പർപ്പസസ്. ഒരു പേഴ്സണൽ അസിസ്റ്റൻറ്റിന് വേണ്ടിയൊക്കെ തുടങ്ങിയൊരു സാധനമായിരുന്നു. ബട്ട് ഹ്യൂമൻസ് ആർ ഹെവിലി ഡിപ്പെൻഡൻറ്റ്. എലൈജ എഫക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. വെൻ for the first time a computer started responding to people actually thought that computer was a living being, sentient ആണെന്ന് തോന്നി. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ആൾക്കാർക്ക് AIൻ്റെ അടുത്തുണ്ട്. So how would you define human therapy versus AI therapy? There isn't AI therapy. It doesn't exist. It's assistance. Okay. It's not therapy, because therapy എന്ന് പറയുന്ന ഒരു റിലേഷൻഷിപ്പ് ആണ് where you both are involved and are responding to what's happening. AI is not responding to what's happening. AI does not see your, expression, your emotion. ഇപ്പം നമ്മൾ തെറപ്പിയിൽ there's concepts like transference and counter transference. I don't know if you've heard about this. Transference and counter transference എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം imagine I'm your therapist, you're my client, and you come into the session and we've been seeing for quite a while എന്ന് വിചാരിച്ചോ. ഇപ്പോൾ certain patterns that you have with your parents or so, similar ആയിട്ട് if I come into a figure like that, or ഞാൻ അതേ രീതിയിലുള്ള എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിമിലർ ട്രോമ അല്ലെങ്കിൽ സിമിലർ ആയിട്ടുള്ള ലൈൻസ് എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, you will also start developing certain kinds of transference towards me. Okay? Which means ആ ഒരു സിമിലർ ഓഫ് ലൈനിലുള്ള പാറ്റേൺസ് ഒക്കെ എൻ്റെ അടുത്തും ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. Human relatability. Also patterns, certain things will come up. You will test me like you have had certain relationships with your mother, certain problems with your mother or your father, എന്തോ ആവാം. ഓക്കെ, ആ രീതിയിലുള്ള ചില ടെസ്റ്റ്സ് ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങും. ഇത് ആസ് എ തെറപ്പിസ്റ്റ്, സിൻസ് ഐ നോ യുവർ സ്റ്റോറി, സിൻസ് ഐ നോ സർട്ടൻ പാർട്സ്, ഐ ഓൾസോ ഹാവ് ടു ബി വെരി അവെയർ ഓഫ് ഇങ്ങനെയാണോ ഇത് ലേറ്റ് ആയിട്ട് വരുന്നത്, ചിലപ്പോൾ ഒരു സിംറ്റം ആയിരിക്കാം, ഒരു കാരണം ഉണ്ടാവായിരിക്കാം, വേർ യു ആർ ടെസ്റ്റിംഗ് ഹൗ ഐ വിൽ react if you came late. അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളുണ്ട്. ഇതൊന്നും AI does not really pick up on these kind of things. And counter transference is what the therapist is feeling back towards the client. Okay, and that will also give a lot more information about how maybe other people in your life are feeling when certain things are being done. ഭയങ്കരമായിട്ടുള്ള കുറെ നുവാൻസ്ഡ് കാര്യങ്ങളുണ്ട് ഇവിടെ. ഇതൊക്കെ ഇയേഴ്സ് ഓഫ് റിസർച്ച് ആൻഡ് ഹ്യൂമൻ ഫീലിംഗ്സ് എന്ന് വരുന്ന കാര്യങ്ങളാണ്. AI is just going to be, very validating, reassuring. ഇത് ചെയ്താൽ മതി, അത് ചെയ്താൽ മതി. They are not going to really reflect. AI is not your patterns and just giving it back to you. What you like, what you want to hear, it gives back. Weekly horoscope പോലെയാണ്. നല്ല സാധനങ്ങൾ മാത്രം നമ്മൾ വായിക്കും. എന്നിട്ട് കറക്റ്റ് ആണല്ലോ ഈ horoscope. Yeah, it's amazing. You're feeling validated all the time. Your therapist makes you angry sometimes. Therapist does not mind being uncomfortable. Therapist ചിലപ്പോൾ you shout. I'm okay with you being mad at me because other process ആണ്. You feel this way with other people also in the world. അതിൽ കൂടെ ആ ഡിസ്കംഫർട്ടിൽ കൂടെ we are getting through. We have a relationship despite you not liking me. You will still come next week and see me because we will work through this. We will see how to build this relationship even when we don't like each other. ആ സാധനമൊക്കെ അവിടെ ഉണ്ടാവുക. അത് AIയിൽ it's not happening. However, therapy is very expensive. ഭയങ്കര പൈസയാണ്. ഗവൺമെന്റ് സെക്ടേഴ്സിൽ നമ്മളിപ്പോൾ പോയിട്ട് തെറപ്പി എടുക്കുകയാണെങ്കിലും ഇറ്റ്സ് വെരി ബിസി. യു ഡോണ്ട് ഹാവ് ടൈം, കിട്ടുന്നില്ല. ഡോക്ടേഴ്സ് ഓൺലി ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുകയാണെങ്കിൽ ദിൽ ജസ്റ്റ് ഗിവ് യു 5 minutes 10 minutes. സിംറ്റംസ് കേൾക്കുന്നതേ ഉള്ളൂ, എന്നിട്ട് അപ്പം മരുന്ന് എഴുതി തരും. ദേ ആർ നോട്ട് റിയലി ലിസണിങ്, ദേ ആർ നോട്ട് ഹിയറിങ്. അപ്പോൾ പീപ്പിൾ ആർ ലോൺലി, പീപ്പിൾ ഹാവ് നോ കണക്ഷൻ. നമ്മളെന്താ ചെയ്യുക? AI is so accessible. ഫോൺ ഒന്ന് എടുത്ത് ടൈപ്പ് ചെയ്താൽ ഡൺ. There's somebody listening saying, ഇങ്ങനെയാണല്ലേ, ഇങ്ങനെ ചെയ്താൽ മതി. സം കണക്ഷനിലുള്ള ഡെസ്പറേഷൻ ആണത്. അപ്പോൾ ഇറ്റ്സ് ഗോയിങ് ടു ബി യൂസ്ഡ് ലൈക്ക് എനിത്തിങ്. മേ ബി കുറച്ച് ഇനി റൂൾസും റെഗുലേഷൻസും ഒക്കെ ഇനി വന്ന് തുടങ്ങുമായിരിക്കും. ഇറ്റ്സ് ഗോയിങ് ടു ഹാപ്പൻ ബിക്കോസ് AI സൈക്കോസിസ് നടക്കുന്നുണ്ട് ഇപ്പോൾ. പീപ്പിൾ ആർ ടേണിങ് സൈക്കോട്ടിക്, ലിസണിങ് ടു AI, ഫീലിംഗ് ലൈക്ക് ദിസ് ഇസ് ഗോഡ്, ഐ ആം ഗോഡ്. അപ്പം ഓൾറെഡി സൈക്കോസിസിലേക്ക് പോകാനുള്ള ടെൻഡൻസീസ് ഉണ്ടാവുന്ന ആൾക്കാർ, it's easier to fall into psychosis because of AI. അപ്പോൾ എന്തായാലും ഇനി I'm guessing rules and regulations will be coming up. The reason I brought this up is ഇപ്പോഴത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. There was a 16-year-old kid, I think in the US or something. ട്യൂഷന് പഠിക്കാൻ വേണ്ടി AI യൂസ് ചെയ്ത് തുടങ്ങിയത് ഹോംവർക്കിന് ഹെൽപ്പ് ചെയ്യാൻ. And then that conversation got more and more intense. പിന്നെ കൊച്ചു suicidal-ആയി. And there was a point where he asked and he told the chat that he wanted to talk to his parents about it. And the chat apparently told him, no, I am here for you, discuss everything with me. പിന്നെ എങ്ങനെ സൂയിസൈഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ChatGPT പറഞ്ഞു കൊടുത്തു. And they showed ChatGPT and the kid
അതുണ്ട് ഇപ്പം. കമ്മിറ്റഡ് സൂയിസൈഡ്. Yes, yes. ആ കുട്ടി മരിച്ചുപോയി. അതെ, അതെ. അപ്പം അങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് തിരിച്ചറിവ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമാണ് തെറപ്പിയിലൂടെ നമുക്ക് ഉണ്ടാവുന്നത്. അത് തരാന് ഒരു സാധനത്തിന് ആംബിവലൻസ് ഉണ്ടല്ലോ, ടോളറേറ്റിംഗ് ആംബിവലൻസ് ആണ് യുവർ കപ്പാസിറ്റി ടു ലവ് ഓൾസോ. യു ബിക്കം എ വെരി ലവിങ് ഹ്യൂമൻ ബീങ് വെൻ യു ക്യാൻ ടോളറേറ്റ് ദാറ്റ് discomfort and ambivalence of right or wrong illa to just sit with whatever, right? Adi AI engane namukku therum. AI is trying to give you the right answers. They're not going to develop that tolerance for ambiguity. പിന്നെ അതിജീവനം എന്ന് പറയുന്ന ഒരു സംഭവം, ഈ റെസിലിയൻസ് ബിൽഡിംഗ് ആണ് ലൈഫ്. There will always be discomfort. You will be uncomfortable with so many things and you have to deal with it. അങ്ങനെയുള്ള മനുഷ്യരുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ദിവസം അങ്ങനെയുള്ള മനുഷ്യരെയാണ് കാണുന്നത്. അപ്പോൾ അവരോട് സംസാരിക്കേണ്ടി വരും, അവർ കൂടെ വർക്ക് ചെയ്യേണ്ടി വരും. ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ചെയ്യേണ്ടതാണ്. അങ്ങനെ നമ്മളുടെ ഭാഗം മാത്രമാണ് എയോട് പറയുന്നത്. എ അതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഉത്തരം തരുന്നത്. അതേസമയം ഒരു മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യന് മനസ്സിലാവും മറ്റേയാള് is going through so many things. Then they will ask us. ഒരു തെറപ്പിസ്റ്റ് ആണെങ്കിൽ നമ്മളോട് ചോദിക്കും, അച്ഛൻ്റെ അവസ്ഥ എന്തായിരുന്നു, അമ്മയുടെ അവസ്ഥ എന്തായിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ വീട്ടിൽ, എങ്ങനെയാണ്, അതാണ് ഇങ്ങനെയാണ്. ഇതൊന്നുമില്ലല്ലോ. ഇത് ഒറ്റയടിക്കൊരു എസ് നമുക്ക് എഴുതരും. 1/2 ഇങ്ങനെ 1 2 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവും. കട്ട് ഓഫ് എന്ന് പറയും. എസ്ട്രേഞ്ച്മെന്റ് ഭയങ്കര ഇഷ്ടമാണ് ഈ ചാറ്റ് ബോട്ട്സിന്. അപ്പൊ അത് പറയും ലൈഫ് അങ്ങനെയല്ല. ലൈഫ് നമ്മൾ പ്രശ്നങ്ങളുണ്ടാവും, നമ്മൾ കുഴിയിൽ വീഴും, നമ്മൾ ചളി ചവിട്ടും, നമ്മൾ വെള്ളം കഴുകും, വൃത്തിയാക്കും, പിന്നെയും പോവും, പിന്നെയും ചെയ്യും. അതാണ് ഒരു വല്ലാത്തൊരു അവസ്ഥയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇപ്പം ECG ആണെങ്കിൽ പോലും ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ യു ആർ ഡെഡ്. അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലാണ് നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. അത് തന്നെയാണ് ബ്യൂട്ടി ലൈഫിൻ്റെ. അത് ഒരിക്കലും ഒരു പിന്നെ എഐക്ക് തരാൻ because you had a downfall that you appreciate the rising, right? But it's a great tool. It's a great tool. We can use it well. We can use it to, for so many sectors of our work. If regulated well. Yeah. Do you think പക്ഷേ therapists can use AI? Yes. Definitely. But the way it is right now, it's too unregulated, too unsupervised. We don't even know where information would go up, so therapists also have to be bhayangara careful while using things. People are disclosing all their very confidential stuff and it's all going to navada Mark Zuckerberg adirunnu vaayikiyanu. Yes. Ayak vera paniyonnum illalla. പക്ഷെ അതിന്റെ അടിയിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, Chat GPT can make mistakes, Perplexity can make mistakes. പിന്നെ ഓരോരാൾക്കും AI hallucinates എന്നാണ് പറയുന്നത്. So what makes you think that AI is capable of handling your mental health when AI is hallucinating? Will you go to a therapist who is hallucinating every day? I don't think so. Who makes mistakes every day? No. Scary. And another thing that so there's a lot of articles about rising cases of divorce rates in Kerala. 30,000 divorce happened in Kerala ഈ ഒരു വർഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമ്പർ ഗെയിംസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. സോ ജസ്റ്റ് പുട്ട് ഇറ്റ് അപ്പ്. ബട്ട് ബിയോണ്ട് ദ നമ്പേഴ്സ്, what do you think, where do you think the issue lies, or is this even an issue? Because a lot of people I know take divorce in a very positive manner, because it is an escape from something that was very toxic. Maybe both parties will benefit from it. So but you know how it is portrayed, right? ഒരു സ്റ്റേറ്റിന്റെ തന്നെ ഒരു വെൽബീങ് ഇൻഡെക്സിലൊക്കെ കൊണ്ടുപോയിട്ട് ഡിവോഴ്സ് കൂടി കഴിഞ്ഞാൽ സംതിങ് റോങ് വിത്ത് സ്റ്റേറ്റ്. ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ഇസ് ട്രൂ. Something that you said earlier, I wanted to just say, ഇന്ത്യയിൽ കേരളത്തിൽ തന്നെയാണ് ഡൗറി ഡെത്ത്സും കൂടുതലുള്ളത്. So isn't divorce better than death? അങ്ങനെ നോക്കുകയാണെങ്കിൽ. പക്ഷെ വേറൊരു വിഷയമുണ്ട്. എന്താന്ന് വെച്ചാല് ഈ ഡിവോഴ്സ് പറയുന്ന കേൾക്കുമ്പോൾ ഭയങ്കര എളുപ്പമുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ ബുദ്ധിമുട്ടാവുന്നു, അങ്ങനെയാവുന്നു, ഇങ്ങനെയാവുന്നു, കട്ട് ഓഫ്, യു ലിവ് യുവർ ലൈഫ്, ഡിവോഴ്സ് പാർട്ടി നടത്ത്, ഡിവോഴ്സ് ടൂർ നടത്ത് എന്നൊക്കെ പറയാൻ ഭയങ്കര എളുപ്പമാണ്. പക്ഷേ യു കാൺട്ട് ഈവൻ സ്ലീപ്പ് പ്രോപ്പർലി. അത് നമ്മളിങ്ങനെ പിന്തുടർന്നു കൊണ്ടേയിരിക്കുന്ന കുറേ സംഭവം. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആവില്ലായിരുന്നു, ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു. അതുകൊണ്ട് ആദ്യം നമ്മൾ ട്രൈ ചെയ്യേണ്ടത് കപ്പിൾ തെറപ്പിയാണ്. കോൺഫ്ലിക്ട്സ് ഇല്ലാത്ത, കോൺഫ്ലിക്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു ഹെൽത്തി റിലേഷൻഷിപ്പാണ്.
കോൺഫ്ലിക്റ്റ് ഇല്ലാതെ നമുക്കൊരിക്കലും, തല്ലുകളില്ലാതെ നമുക്കൊരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റില്ല. ബി ഇറ്റ് പാരൻസ്, ബി ഇറ്റ് ഫ്രണ്ട്സ്, ബി ഇറ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ആരെങ്കിലും ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് കൊണ്ടാണ് പ്രശ്നങ്ങൾ നമ്മൾ എസ്കലേറ്റ് ചെയ്യുന്നത്. അത് പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അതിപ്പോൾ ആരും കാണാതെ മൂലയ്ക്ക് ഇങ്ങനെ വെച്ചേക്കാന്ന് വിചാരിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവിടെ കൂടും, പിന്നെ ഒരു ദിവസം പൊട്ടിത്തെറിക്കും. അതേസമയം ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ഇതിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന് പഠിച്ചു കഴിഞ്ഞാൽ അത് അറിയാവുന്ന ആൾക്കാരിൽ നിന്നും നമുക്ക് പോയിട്ട് ഹെൽപ്പ് നേടിക്കഴിഞ്ഞാൽ നമുക്ക് ആ സാധനത്തിന് റിപ്പയർ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാം. ഈ ലോകത്തിൽ പെർഫെക്റ്റ് ആയിട്ട് ഒരു മനുഷ്യനുമില്ല, പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യരില്ല, തെറ്റായി ചിന്തിക്കാത്ത മനുഷ്യരില്ല, തെറ്റുകൾ പറ്റാത്ത മനുഷ്യരില്ല, എല്ലാവർക്കും പറ്റും. പക്ഷെ നമ്മളത് മനസ്സിലാക്കണം, എനിക്ക് തെറ്റ് പറ്റുന്നുണ്ട്, അത് എനിക്ക് ശരിയാക്കാനുണ്ട് എന്ന് മനസ്സിലാക്കണം. രണ്ടുപേരും മനസ്സിലാക്കിയിട്ട് അതിൽ മുമ്പിലോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ കൊണ്ടുപോകുക, ഇഫ് ചിൽഡ്രൻ ആർ ഇൻവോൾവ്. ഓക്കെ, കാരണം കുട്ടികളില്ല എങ്കിൽ ഒരുപക്ഷെ നമുക്ക് ഓക്കെ ആയിരിക്കാം, അത് ഇറ്റ്സ് ഓക്കെ, യു വിൽ ഫൈൻഡ് അനദർ പാർട്ട്ണർ, മേ ബി യു വിൽ ഫൈൻഡ് ബ്യൂട്ടി ഇൻ ലിവിങ് അലോൺ. ബുദ്ധിമുട്ടുന്നില്ല. അതേസമയം കോ പാരന്റിങ് എന്ന് പറയുന്നതും ഗവൺമെന്റിന് അല്ലെങ്കിൽ കോർട്ടിൽ ഓർഡർ ശനിയും ഞായറും കുട്ടിയെ അവിടെ പോയിക്കോട്ടെ, ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ നിന്നോട്ടെ, ഇത്ര മണിക്കൂർ അങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ആ കാര്യം അനുഭവിക്കുന്ന കുട്ടിയും ആ കാര്യം അനുഭവിക്കുന്ന പാരൻസിൻ്റെ അവസ്ഥ ഭയങ്കര മോശമാണ്. പോയി വന്ന് കഴിയുമ്പം അച്ഛൻ ഇന്നത് പറഞ്ഞു എന്ന് ചിലപ്പോൾ കുട്ടി അമ്മയോട് പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരും. ഈ 5 ദിവസം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ ഈ കുട്ടീനെ ഇങ്ങനെ ഒന്നും അറിയിക്കാതെ വളർത്തിയിട്ട് 2 ദിവസം അയാളെടുത്ത് പോയിട്ട് അയാൾ ഐസ്ക്രീം മേടിച്ചു കൊടുക്കുന്നതാണ് ഇവന് വലിയ കാര്യം എന്ന് വിചാരിച്ചിട്ട് അത് ഇവരെയും ഭയങ്കരമായിട്ട് ബാധിക്കും, അപ്പുറത്തിരിക്കുന്ന അച്ഛനെയും ഭയങ്കരമായിട്ട് ബാധിക്കും, 2 മനുഷ്യരെയും ഭയങ്കരമായിട്ട് ബാധിക്കും. ഈ കുട്ടികൾക്ക് കല്യാണം കഴിക്കേ വേണ്ട എന്നുള്ള തോന്നലുകൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, അതുകൊണ്ടല്ല പറയുന്നത്. പക്ഷെ സ്റ്റിൽ അതും അവരെ ബാധിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ, അമ്മ വീട്ടുകാർക്ക് അച്ഛനെ കണ്ടുകൂടായിരിക്കും, അച്ഛൻ്റെ വീട്ടുകാർക്ക് അമ്മയെ കണ്ടുകൂടായിരിക്കും. അങ്ങനെ അപ്പുറത്തിപ്പുറത്തും പോയി കഴിയുമ്പോൾ ഈ കുട്ടികളോട് ഉണ്ടാവുന്ന സംസാരങ്ങൾ, കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുന്നത്, ആവശ്യമില്ലാതെ ഈ കുട്ടികൾക്ക് ബുദ്ധിമുട്ട് കൊടുത്തിട്ട് ഈ കുട്ടികൾക്ക് ചിന്തിക്കാനും വളരാനും പറ്റാത്ത മുരടിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികളാണ് പിന്നെ സബ്സ്റ്റൻസ് യൂസേജിലേക്കൊക്കെ എത്തിപ്പോകുന്നത്. കാരണം അവർക്ക് എവിടെയെങ്കിലും ഒരു സമാധാനം വേണ്ടേ, സേഫ് സ്പേസ് ഇല്ല. പിന്നെ ഡിവോഴ്സ് കേസ് എണ്ണത്തിലുള്ളതിനേക്കാളേറെ എണ്ണത്തിലില്ലാത്തതുണ്ടാവാം. ഓക്കെ, പിന്നെ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന എത്രയോ മനുഷ്യർ നമ്മളുടെ മുമ്പ് തന്നെയുണ്ട്. പിന്നെ ഒരാവശ്യം വന്നാൽ മാത്രമല്ലേ നമ്മളൊരു ഡിവോഴ്സിന്റെ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് പോവുള്ളൂ, അല്ലാത്ത എത്ര മനുഷ്യർ വീട്ടിന്റെ അകത്ത് തന്നെ ടെറിബിൾ മാരേജ് ഉള്ള ആൾക്കാരുണ്ട്. യെസ്, അങ്ങനെ നോക്കുമ്പോൾ മക്കൾക്ക് സമാധാനം വീട്ടിനകത്ത് തല്ലുകൂടുന്ന പാരൻസിനെക്കാളേറെ പുറത്ത് രണ്ടായിട്ട് ജീവിക്കുന്ന ആൾക്കാരാണെന്നൊക്കെ നമുക്ക് പറയാനും എളുപ്പമാണ്, സത്യത്തിൽ അങ്ങനെയാണ് താനും. പക്ഷെ ഉള്ളിലൂടെ ഈ കോൺഫ്ലിക്ട്സ് മുഴുവൻ കുട്ടിക്ക് കൊടുക്കേണ്ടി വരും, ഈ ബുദ്ധിമുട്ട് മുഴുവൻ കുട്ടിക്ക് കൊടുക്കേണ്ടി വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കുകയാണ് എങ്കിൽ ദയവായിട്ട് നന്നായിട്ട് അവനവനിൽ വർക്ക് ചെയ്യുക. യു ഹാവ് ടു work with a good couple therapist and try solving your problems. പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും ഇല്ല സത്യത്തിൽ. നമ്മൾ മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല. ആദ്യം ഉണ്ടായത് പ്രശ്നങ്ങളല്ല, സൊല്യൂഷൻസാണ്. പിന്നീടാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സൊല്യൂഷൻസിലേക്ക് എത്താൻ ഭയങ്കര എളുപ്പമാണ്. ഈ കോഴിയാണോ മുട്ടയാണോ ഉണ്ടായത് എന്ന് ചോദിക്കുന്നത് പോലെ ആക്ച്വലി ആദ്യം ഉണ്ടായത് സൊല്യൂഷൻസാണ്. അപ്പം ഏത് പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ട്. ഈവൻ ഫിസിക്കലി ഉപദ്രവിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും ഫിസിക്കലി ഉപദ്രവിക്കണ്ടെന്ന് മറ്റേ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർന്നില്ല ഇവിടെ. ഐ തിങ്ക് അതിന് പണ്ടൊക്കെ മാരേജ് വാസ് അബൌട്ട് സർവൈവൽ. നമുക്ക് സർവൈവ് ചെയ്യണം, പൈസ ഉണ്ടാക്കണം, ഫാമിലി ഉണ്ടാക്കണം, ആൻഡ് അബൌട്ട് ഡ്യൂട്ടി. ദിസ് ഇസ് മൈ ഡ്യൂട്ടി. അങ്ങനെയായിരുന്നു പണ്ടൊക്കെ മാരേജ്. റോൾസ് ഡിഫൈൻഡ് ആയിരുന്നു, ഇന്റൻഷൻ ഡിഫൈൻഡ് ആയിരുന്നു, വാട്ട്സ് ദ പർപ്പസ് ഓഫ് വെരി ജെൻഡർ ബേസ്ഡ് ആയിരുന്നു. ഇന്നതല്ല. ഇന്ന് മാരേജ് ഹാസ് ബിക്കം അബൌട്ട് പാർട്ട്ണർഷിപ്സ് ഇൻ ഇറ്റ് സെൽഫ്, ഹാസ് ബിക്കം അബൌട്ട് ഇമോഷണൽ കണക്ഷൻ, ഇക്വാലിറ്റി, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ഇമ്പോർട്ടൻസ്. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് നമ്മളും വളർന്നില്ലെങ്കിൽ, ഇഫ് യു ആർ നോട്ട് ഏബിൾ ടു മീറ്റ് ദീസ് റിക്വയർമെന്റ്സ്, കാരണം
ഇപ്പോഴും നമ്മൾ പറയണത് നീ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ മുമ്പുണ്ടായിരുന്നത്, ഇങ്ങനെയല്ലേ ഇപ്പോഴാവേണ്ടത്. ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഇൻ ടുഡേയ്സ് വേൾഡ്. ഇന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഡിഫറെൻ്റ് ആണ്, നീഡ്സ് ഡിഫറെൻ്റ് ആണ്. ആ നീഡ്സാണ് നമ്മൾ ഈ മാരേജിൽ ഇപ്പോൾ ഇനി മീറ്റ് ചെയ്യാൻ പഠിക്കേണ്ടതുള്ളതും. സോ ഇതിനനുസരിച്ചിട്ട് നമ്മളും വളരേണ്ടിയിരിക്കുന്നു. ബട്ട് വി ആർ നോട്ട് ഏബിൾ ടു ദാറ്റ് മച്ച് ബിക്കോസ് ലുക്കിംഗ് വിത്തിൻ ഹാസ് ബിക്കം സോ ഹാർഡ് നൗ. റിഫ്ലക്റ്റ് ചെയ്യാൻ, ഒന്നിരിക്കാൻ, ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ, ഒന്ന് ശ്വാസം വലിക്കാൻ, ഇറ്റ് ഹസ് ബിക്കം സോ ഹാർഡ്. അപ്പോൾ ഈ നമുക്ക് ആരും കുറ്റം പറയാൻ പറ്റാത്തതുകൊണ്ട് എവിടെയാ സമയം? വെൻ യു സ്ക്രോളിംഗ് സോ ഹാർഡ്, വെൻ യു വർക്കിംഗ് സോ ഹാർഡ് ടു മേക്ക് സം മണി, to make ends meet, to do all of these things, you don't have the time to just sit and reflect and just be a better person either. അങ്ങനെയാണ് ഈ പ്രശ്നങ്ങളൊക്കെ വന്നു വന്ന് വേർ യു ഹേറ്റ് ഈച്ച് അതർ, അങ്ങനെ ആക്കില്ലേ ഇങ്ങനെ ആക്കിയില്ലേ, ഇതൊക്കെ വരുന്നതും പേരൻസിനോടുള്ള ദേഷ്യവും എക്സ് പാർട്ട്ണറിനോടുള്ള ദേഷ്യമൊക്കെ വരുന്നത്. സോ വെൻ വി സേ കപ്പിൾസ് തെറപ്പി or take help, taking help would mean you starting to understand how your brain works. How is it responding? എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? What are you doing to other people because you are feeling hurt? Because of your hurt, are you hurting other people? Hurt people. So how can we like figure that out? Whether it's staying together, whether it's not being together, whatever it may be. But ആ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേ സമയത്ത് വൈൽ ഓൾസോ നമ്മൾ ഈ കോൺസ്റ്റൻ്റ്ലി കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെയൊക്കെ മനസ്സിലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തിങ്കിങ് ഡെവലപ്പ് ആവുന്നുണ്ട്, സ്പ്ലിറ്റിംഗ് ഡെവലപ്പ് ആവുന്നുണ്ട്. In psychology we call it splitting, black and white thinking, which is idealization and devaluation, good and bad thinking. For example, നമുക്കിത് വെരി ഈസി എക്സാമ്പിൾ വുഡ് ബി, നമ്മൾ സ്കൂളിൽ ഫസ്റ്റ് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ, ഓക്കെ, എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ലെങ്കിൽ എനിക്ക് സെക്കൻഡോ തേർഡ് ആണെങ്കിൽ മൈ ഇമ്മീഡിയറ്റ് തോട്ട് ഗോസ് ടു എനിക്ക് ഫസ്റ്റ് കിട്ടിയില്ല, ഐ എം എ ലൂസർ, ഐ എം എ ഫെയിലിയർ, റൈറ്റ്? ഇമ്മീഡിയറ്റ്ലി ഇറ്റ് ഗോസ് ടു ഐ എം ബാഡ്. So എനിക്ക് ഫസ്റ്റ് അല്ല, ഐ എം ബാഡ്. ഇറ്റ്സ് നോട്ട് ട്രൂ, ബട്ട് ദാറ്റ്സ് വെയർ യുവർ ബ്രെയിൻ ഇമ്മീഡിയറ്റ്ലി ഗോസ്. സെയിം തിങ് ഹാപ്പൻസ് ഇൻ റിലേഷൻഷിപ്സ് where my partner didn't say I love you, he forgot my birthday, he's bad, അല്ലെങ്കിൽ he does not love me. Immediate, full stop. ആംബിവലൻസിന് സ്പേസ് ഇല്ല. അപ്പോൾ ദ മോർ ഇറ്റ് ഹാപ്പൻസ്, 2 3 റിപ്പയർ ചെയ്തില്ല, യു ബിലീവ് ഇറ്റ്, യു വോണ്ട് ടു വാക്ക് ഔട്ട്. ഞാൻ ഇത്രയും സിമ്പിൾ ആണെന്നല്ല പറയുന്നത്, പക്ഷേ ഇന്റേണലി നമ്മുടെ മൈൻഡ് ബിലീവ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇഷ്ടമല്ല ആൻഡ് യു നോട്ട് ഏബിൾ ടു ടോക്ക്. ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ടോക്ക് ചെയ്യുന്ന എന്താ, നിനക്കന്നെ ഇഷ്ടമല്ലല്ലോ, നീ അങ്ങനെയല്ലേ ചെയ്തത്, നീ ഇങ്ങനെയല്ലേ ചെയ്തത്. അപ്പോൾ അത് കേൾക്കുന്ന മറ്റാൾ, അല്ല നീ ഇങ്ങനെ ചെയ്തോണ്ടല്ലേ ഞാൻ ഇങ്ങനെ ചെയ്ത്, അപ്പം ഡിഫെൻസീവ് ആവും. ദർ ഇസ് നോ റിയൽ ടോക്ക്. ഹേ, ഐ മിസ് യു, ഓർ ഐ ഫീൽ ലൈക്ക് യുനോ, നീ എന്നോട് ഐ ലവ് യു പറയാതിരുന്നപ്പോൾ എനിക്ക് എന്തോ വിഷമായി, ഒന്ന് എന്നോട് ഐ ലവ് യു പറയോ. അങ്ങനെ പറഞ്ഞാൽ ഡെഫിനറ്റ്ലി യുവർ പാർട്ണർ ഈസ് ഗോയിങ് ടു സേ ഐ ലവ് യു. ഇഫ് യു സേ എന്നോട് ഐ ലവ് യു പോലും പറയുന്നില്ല, എനിക്ക് കാണണ്ട നിന്നെ, ദേ ആർ നോട്ട് ഗോയിങ് ടു ടെൽ യു ഐ ലവ് യു. സോ ഇറ്റ് ജസ്റ്റ് കീപ്സ് ഗെറ്റിംഗ് വേഴ്സ് ഓവർ ടൈം. ഹെൽപ്പ് സീക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റും, ഈ പാറ്റേൺസ് കാണാൻ പറ്റും, കുറച്ച് മാറി മാറി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ മോസ്റ്റ് പീപ്പിൾ ആർ കമ്മിങ് ഫോർ ഹെൽപ്പ് only at the worst point. അത് ഓൾറെഡി ഡിവോഴ്സ് ഒക്കെ തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനത്തെ അവസ്ഥ എത്തുമ്പോൾ ഹെൽപ്പിന് വന്നു കഴിയുമ്പോൾ ഇറ്റ്സ് ടഫ്, യു നോ, ബിക്കോസ് ദേ വാണ്ട് ചേഞ്ച് ഇൻ 1 session. In 2 sessions they're like couples therapist അതൊന്നും എന്ത് ചെയ്യാനാ, പിന്നെയും പോകണം. സോ ഇത്രയും ഈ 30-40 വർഷത്തെ പ്രശ്നങ്ങൾ നമുക്ക് ഒരു മണിക്കൂറിൽ തീർക്കാൻ പറ്റില്ല. പിന്നെ ഇമോഷണലി അവൈലബിൾ ആവുക എന്നുള്ളത് അതുവരെ കണ്ട് പഠിച്ചിട്ടില്ലാത്ത മനുഷ്യർ എവിടെ നിന്ന് പഠിക്കാനാണ്? പിന്നെ ഓരോരുത്തരുടെയും ലവ് ലാംഗ്വേജ് ഇസ് ഡിഫറെൻറ്റ്. ഇപ്പം ജസ്റ്റ് ആസ് ഷീ സെഡ്, ഹേയ് കുഡ് യു പ്ലീസ് സേ ഐ ലവ് യു എന്ന് പറഞ്ഞില്ലേ, ചില ആൾക്കാർ ഐ ലവ് യു എന്നായിരിക്കും പറയുക, ചില ആൾക്കാർക്ക് ഐ ലവ് യു എന്ന് പറയാൻ അറിയില്ല, അവരെന്തെങ്കിലും കൊണ്ടുകൊടുക്കും, ഗിഫ്റ്റ് കൊടുക്കും. ചില ആൾക്കാർ കുറേ നേരം കൂടെ ഇരുത്തി കൊണ്ടുപോകും, ക്വാളിറ്റി ടൈം. ചില ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരും, ആക്ട് ഓഫ് കൈൻഡ്നെസ്. ചില ആൾക്കാർ ഫിസിക്കലി ഇങ്ങനെ. For men, love is different. For women, love is entirely different from men's perspective. അപ്പോൾ ഓരോരുത്തരുടെയും ലവ് ലാംഗ്വേജ് ഡിഫറെൻറ്റാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന മനുഷ്യർക്ക് ചിലപ്പോൾ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു ബുദ്ധിയുള്ള തെറപ്പിസ്റ്റിന് പറ്റും. ഒരു മീഡിയേറ്റർ വേണം. യെസ്, വേണം. And a neutral person who is not biased. Does not say നിങ്ങൾ ഡിവോഴ്സ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ നിങ്ങൾ സൈഡ് പിടിച്ചോണ്ട് ഇവര് പറഞ്ഞത് ശരിയല്ലേ, കണ്ടില്ലേ? അതൊക്കെ പ്രശ്നമാണ്. ഇൻ കപ്പിൾസ് തെറപ്പി പ്രശ്നം എന്താ വെച്ചാൽ നമ്മുടെ ഇന്ത്യയിൽ ഇപ്പൊ കപ്പിൾസ് തെറപ്പി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ ഫോർ തെറപ്പിസ്റ്റ്സ് ട്രെയിനിങ് ഇല്ല. ഇപ്പം അടുത്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ട്രെയിനിങ് പോലും കപ്പിൾസ് ആൻഡ് ഫാമിലി തെറപ്പി. ഇന്ത്യ എന്ന് പറയുന്ന കൺട്രിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഫാമിലി കോൺസെപ്റ്റ്സ്, ഫാമിലി തെറപ്പി ഒക്കെ. കാരണം ഇപ്പോൾ മെൻ്റലി ഇല്ലായിട്ടുള്ള ഒരാൾ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ബെറ്ററായി തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും റിലാപ്സ് ആവും.
കാരണം വീട്ടിലുള്ള പ്രശ്നങ്ങൾ കാരണമാണ് പ്രശ്നമാവണത് തന്നെ. അതെ. വീണ്ടും ദേ ഹാവ് ടു കീപ് ഗോയിങ് ബാക്ക്, റിലാപ്സ് ആയിക്കൊണ്ടേയിരിക്കും. സോ അൺലെസ് ദ ഫാമിലി ഓൾസോ റിസീവ്സ് സം കൈൻഡ് ഓഫ് സൈക്കോ എഡ്യൂക്കേഷൻ, Yes, എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാ മാറേണ്ടത്, അങ്ങനെയുള്ള സപ്പോർട്ട് കൊടുക്കുമ്പം ദ ഹോൾ സിസ്റ്റം ചേഞ്ചസ്. പക്ഷെ ആ ഒരു ഇത് ഡെവലപ്മെന്റ് നമുക്കിപ്പോൾ ഇതുവരെ അങ്ങനെ നടന്നിട്ടില്ല. ബട്ട് വൺസ് ദാറ്റ് ഹാപ്പൻസ് ഇറ്റ് വിൽ ബി ഗ്രേറ്റ് ഫോർ us. See, if you think നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും ഒരാൾ എനിക്കിത് പറഞ്ഞു തന്നിരുന്നു എങ്കിൽ നമ്മൾ വിചാരിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ പണ്ട് വിചാരിച്ചിരുന്നു ഇപ്പോഴും വിചാരിക്കുന്നുണ്ടെങ്കിൽ, നൗ ബി ദാറ്റ് പേഴ്സൺ. Yeah. ബി ദാറ്റ് പേഴ്സൺ. ട്രൈ ടു ഇൻഫ്ലുവൻസ് അതർ പീപ്പിൾ. ഞാൻ സത്യം പറയാം, ഓണസ്റ്റ്ലി ടുഡേ ഐ എം മാരിഡ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ് ഹു ആർ മെൻ, ഞങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഞാൻ അവരെ കണ്ടിരുന്നവരല്ല ഇന്നത്തെ അവർ. ദേ ആർ ഓൾ മാരിഡ് നോ. നമ്മളൊക്കെ ഒരുമിച്ചിരിക്കുമ്പോൾ വി ആർ ഓൾ ടോക്കിംഗ് അബൌട്ട് ഇമോഷൻസ്. ഇന്നലെ എൻ്റെ പേരൻസ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വിഷമമായി, എന്നിട്ട് ഞാൻ മതിൽ കുത്തി, എന്നിട്ട് ഇങ്ങനെ ആയി, എന്നിട്ട് കരച്ചിലും കെട്ടിപ്പിടിക്കലും. ഇതിപ്പോൾ 3-4 വർഷം മുമ്പ് ഞാൻ അവരെ കണ്ട സമയത്ത് അവർക്ക് ദേഷ്യം, അവരെന്തിനാ ഇങ്ങനെ, ഐ ഹേറ്റ് ദം, ഇങ്ങനെ ദേ ആർ ഡിഫറെന്റ് പീപ്പിൾ ടുഡേ ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. മാരേജ് ഡിഡ് ചേഞ്ച് ദം, പക്ഷെ ഓൾസോ ദേ ആർ ഓൾ ഇൻ തെറപ്പി. മേ ബി ബിക്കോസ് വി ആർ തെറപ്പിസ്റ്റ് ഫ്രണ്ട്സ് ഫോർ ദം ഓൾസോ. പക്ഷെ എന്നാലും they all change so much. It's so beautiful. Even as a therapist, usually I feel like ആരോടും അധികം സംസാരിക്കാൻ പറ്റില്ല, they are not understanding me. But now I feel like I have people in my life who understand me. Nice. Because they are all doing the work. And some of them are men. I can really go to them. I know they'll hold me. I know they might not know എന്താ പറയണ്ടേ, correct thing to say, correct thing to do. They might not know. But they'll ask. എനിക്കെന്താ ഇപ്പം ചെയ്തു തരാൻ പറ്റുക, അതിനുള്ള ഉത്തരം എനിക്ക് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ആർ സോർട്ടഡ്. അവരെന്നെ മനസ്സിലാക്കിയിരിക്കണം, എൻ്റെ മൈൻഡ് റീഡ് ചെയ്തിരിക്കണം എന്നുള്ള എക്സ്പെക്ടേഷനിലാണ് ഞാനെങ്കിൽ പറ്റില്ല. വി ആർ ഓൾ ജസ്റ്റ് ലേണിംഗ്, വി ആർ ഓൾ ജസ്റ്റ് ഗ്രോയിങ്. Awesome. So thank you so much. I think it was a very fruitful session. വിചാരിച്ചേക്കാളും അടിപൊളിയായിരുന്നു. And thank you also for being here. That is amazing. Thank you. ഞാൻ വെറുതെ അവളോട് വർത്താനം ഞാൻ ആക്ച്വലി when I told everyone that you are coming also, നമ്മൾ ഡിജിറ്റൽ ടീമിലെ ഹെഡ് ആദ്യം ചോദിച്ചൊരു സാധനം തന്നെയായിരുന്നു, അമ്മയും വരുന്നുണ്ട്. So I'm like, അറിയില്ല, because only she's here, so I'm not sure, so I've only invited her എന്നൊക്കെ പറഞ്ഞു. ഓക്കെ കൂൾ, കാരണം രണ്ടിൻ്റെ ഒരു കോംബോ രസമായിരിക്കും. അപ്പോൾ ഇന്ന് പെട്ടെന്ന് when you call late up, okay late up, അമ്മയാണ് എന്നെ കൊണ്ടുവരുന്നത്. I'm like, what, amma is here? That's so awesome. You attracted that. Yeah, so it is nice. കാരണം ആ ഒരു രണ്ട് കാലത്തെ ഒരു to know what it is and all of that. So thank you so much. It's been an absolute pleasure. Social media മാത്രം കാണുന്നതാണ്, so it's nice to actually have a talk with you guys. So thank you so much. And let's hope more people are aware and more tolerant and ambivalent, like you said, against each other. Thank you so much. Thank you.